വെരി ഗുഡ് ഈവനിങ് എവരി വൺ. ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ഒരു ടോപ്പിക് ബിഹേവിയറൽ ഫിനാൻസ് എന്നാണ്. ഇപ്പൊ ബിഹേവിയറൽ ഫിനാൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. എന്താണ് ബിഹേവിയറും എന്താണ് ഫിനാൻസും ആയിട്ടുള്ള ഒരു ബന്ധം എന്നുള്ളത്. ആ ബന്ധം നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പോകേണ്ടത് ഒരു സ്റ്റാൻഡേർഡ് ഫിനാൻസ് തിയറീസിലാണ്. ഈ തിയറീസിന്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ഇപ്പോൾ പറയാനുള്ള സമയമില്ല, ബട്ട് ഒരു ഐഡിയ തരാം. പണ്ട് നമ്മുടെ ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു റിസർച്ച് തുടങ്ങിയ സമയത്ത് വന്നിട്ടുള്ള എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് തിയറീസ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ്പെക്ടഡ് യൂട്ടിലിറ്റി തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഐറ്റം പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എത്രത്തോളം അതിന് ഒരു ബെനിഫിറ്റ് കിട്ടും എന്ന് നോക്കിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു പർട്ടിക്കുലർ ഐറ്റം പർച്ചേസ് ചെയ്യുക. അതെയാണ് എക്സ്പെക്ടഡ് യൂട്ടിലിറ്റി തിയറി എന്ന് പറയുക. അതേപോലെ മോഡേൺ പോർട്ട്ഫോളിയോ തിയറി പറയുന്നത് നമ്മളൊരു അസറ്റ് പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിന്ന് മാക്സിമം പ്രോഫിറ്റ് അല്ലെങ്കിൽ നമുക്ക് ലോസ് വരാത്ത രീതിയിൽ മാക്സിമം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മളൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മോഡേൺ പോർട്ട്ഫോളിയോ തിയറി പറയുക. ഇപ്പൊ എഫിഷ്യന്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസിസ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മാർക്കറ്റ് എപ്പോഴും എന്താണ്, വളരെ പെർഫെക്റ്റ് ആണ്. അവിടെ ഒരു സ്റ്റോക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഓൾമോസ്റ്റ് എ ഫെയർ വാല്യൂ, അല്ലെങ്കിൽ അതിലൊരു ഒരു അപ്സ് അല്ലെങ്കിൽ ഡൗൺസ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു അണ്ടർ വാല്യൂഡ് സ്റ്റോക്ക് വാങ്ങി ഓവർ വാല്യൂഡ് അല്ലെങ്കിൽ ഇൻഫ്ലേറ്റഡ് പ്രൈസസിൽ സെൽ ചെയ്യാനായിട്ട് പറ്റില്ല എന്നൊക്കെയാണ് എഫിഷ്യന്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസിസ് എന്നൊക്കെ പറയുന്നത്. ഈ ഹൈപ്പോത്തിസിസ് തിയറിയൊക്കെ കുറെ കാലം ഈവൻ നൗ ഇറ്റ് ഈസ് ബീങ് യൂസ്ഡ്. ഒരു നമ്മൾ അസറ്റ് പ്രൈസിങ് മോഡൽസ് ആണെങ്കിലും ഡിസ്കൗണ്ടിങ് മോഡൽസ് ഒക്കെ ഇപ്പോഴും എല്ലാ ഫണ്ട് മാനേജേഴ്സും അല്ലെങ്കിൽ ഇപ്പോഴും ആ തിയറീസ് റെലവെന്റ് ആണ്. പക്ഷേ ഗ്രാജുവലി ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ പല രീതിയിലുള്ള ബബിൾസ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയ സമയത്താണ് ഇറ്റ് ഈസ് ദ എമർജൻസ് ഓഫ് വാട്ട് വി കോൾ ഇറ്റ് ആസ് ദ ബിഹേവിയറൽ ഫിനാൻസ്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ തിയറീസിന്റെ കുറച്ച് കോമൺ ആയിട്ടുള്ള കുറച്ച് അസംഷൻസ് ഉണ്ട്. അസംഷൻസ് പറഞ്ഞാൽ ഈ തിയറീസ് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും ശരിയാണ്, പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, ഈ പറഞ്ഞ അസംഷൻസ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഈ തിയറി അപ്ലിക്കബിൾ ആവുള്ളൂ. അതിൽ ഒന്നാമത്തെ കാര്യം പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് ആർ റാഷണൽ എന്നാണ്. ഇൻവെസ്റ്റേഴ്സ് റാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റർക്ക് ഒരു പുതിയൊരു ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അവർ ആ ഇൻഫർമേഷൻ എടുക്കുന്ന രീതി, ഇത് ഗ്രാബ് ചെയ്യുന്ന വഴി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആസ് പെർ ദ ബിലീഫ് ഓഫ് ദ അതർ പീപ്പിൾ ഓൾസോ. അതുകൊണ്ടാണ് ഇൻവെസ്റ്റേഴ്സ് ആർ റാഷണൽ. അതേപോലെ അവരൊരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ അതൊരു നോർമലി ആക്സെപ്റ്റബിൾ ഡിസിഷൻ ആയിരിക്കും, അല്ലാതെ ഒരു എക്സ്ട്രീം എൻഡ് ഡിസിഷൻസ് ഒന്നും അവർ എടുക്കാറില്ല എന്നാണ് ഇൻവെസ്റ്റേഴ്സ് ആർ റാഷണൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് മാർക്കറ്റ്സ് ആർ എഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ യാതൊരു ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇല്ല. ഇൻഫർമേഷൻ എന്ത് കിട്ടുകയാണെങ്കിലും ഇറ്റ് ഈസ് ഈസിലി അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. അതേപോലെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഒരേ ഒരു എക്സ്പെക്ടേഷനേ ഉള്ളൂ ടു മേക്ക് റിട്ടേൺ. അതുകൊണ്ട് എല്ലാവർക്കും ഒരേ എക്സ്പെക്ടേഷനും ഒരേ പ്രോഫിറ്റ് മോട്ടീവും ഒരേ റേഞ്ച് ഓഫ് പ്രോഫിറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ട് മാർക്കറ്റ്സ് വളരെ എഫിഷ്യന്റ് ആണ്. എങ്കിൽ മാത്രമേ ഈ തിയറി അപ്ലിക്കബിൾ ആവുള്ളൂ. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ക്ലയൻസിനും എന്താണ്, അവർ എത്രത്തോളം റിസ്ക് എടുക്കാൻ പറ്റും എന്നുള്ള അവരുടെ ലെവലും അതിന് കിട്ടുന്ന റിവാർഡിനെ കുറിച്ചും വ്യക്തമായ ഒരു ധാരണയുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊരു മീൻ വേരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം വേരിയൻസ് വരാം, അതിന്റെ ഒരു ആവറേജിൽ എത്രത്തോളം അവർക്ക് റിട്ടേൺ കിട്ടും എന്നുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് ദേ നോ വെരി മച്ച്. ആൻഡ് ഫൈനലി ഇവിടെ പറയുന്നത് നമ്മുടെ റിട്ടേണിന്റെ എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ ഒരു റിട്ടേൺസ് കിട്ടുന്നതിന്റെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് റിസ്കിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് എന്നുള്ളതാണ് ഈ പറഞ്ഞ തിയറീസിന്റെ എല്ലാം അസംഷൻസ്. അൾട്ടിമേറ്റ്ലി ഇപ്പം ഈവൻ ഇന്നത്തെ സിനാരിയോയിൽ പോലും നമ്മൾ പറയുന്ന ഒരു വേർഡാണ് ഇഫ് യു ആർ റെഡി ടു ടേക്ക് മോർ റിസ്ക് യു വിൽ ഗെറ്റ് മോർ റിട്ടേൺ. അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് ട്രൂ. പക്ഷേ ആ റിസ്ക്കും റിട്ടേണും എടുക്കുന്നതിന് കുറച്ച് വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി ബിക്കോസ് ഓഫ് ഡിഫറെന്റ് അഡ്വാൻസ്മെന്റ്സ് ഇൻ ദ റിസർച്ച് പാർട്ടിൽ വന്നപ്പോഴാണ് ഈ പറഞ്ഞ തിയറീസിനെ എല്ലാം ഓവർകം ചെയ്ത് അല്ലെങ്കിൽ കോൺട്രഡിക്റ്റ് ചെയ്തുകൊണ്ട് ബിഹേവിയറൽ ഫിനാൻസിന്റെ എമർജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതില് മേ ബി 1720s ഐസക് ന്യൂട്ടൺ പറഞ്ഞൊരു കാര്യമുണ്ട്. ഐ ക്യാൻ കാൽക്കുലേറ്റ് ദ മോഷൻസ് ഓഫ് ഹെവൻലി ബോഡീസ് ബട്ട് നോട്ട് ദ മാഡ്നസ് ഓഫ് പീപ്പിൾ. അന്ന് സൗത്ത് സീ സ്റ്റോക്ക് ബബിൾ, ആ ബബിളിനെ കുറിച്ച് പറയുന്നില്ല, അങ്ങനെ ഒരു സ്റ്റോക്ക് ബബിൾ വന്ന സമയത്ത് ഐസക് ന്യൂട്ടണിന് ഹി ലോസ്റ്റ് അറൌണ്ട് $2.72 million ഇന്നത്തെ വേർത്തിൽ, ഇന്നത്തെ മണി വാല്യൂവിൽ ഹി ലോസ്റ്റ് ദാറ്റ് മച്ച് ഓഫ് എമൗണ്ട്. അന്ന് ഐസക് ന്യൂട്ടൺ പറഞ്ഞൊരു കാര്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി കനോട്ട് പ്രെഡിക്ട് ദ സൈക്കോളജി അല്ലെങ്കിൽ ദ ബിഹേവിയർ ഓഫ് ദ പീപ്പിൾ. അവിടെയാണ് നമുക്ക് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഈ പറഞ്ഞ പഴയ ഓൾഡ് അല്ലെങ്കിൽ ക്ലാസിക്കൽ ഫിനാൻഷ്യൽ തിയറീസിന് മുന്നിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നു തുടങ്ങിയത്. ആൻഡ് ഈ പറഞ്ഞ ബിഹേവിയറൽ ഫിനാൻസ് എമേർജ് ചെയ്തിട്ട് ഇറ്റ് ഈസ് ഓൺലി അറൌണ്ട് ഒരു 2 decades, ഒരു 24 years or 30 years ആയിട്ടേ ഉള്ളൂ. ബിക്കോസ് ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് സ്കോപ്പ് ഇൻ വാട്ട് റിസർച്ചിൽ, അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ ഇനി വരാനുള്ള ഒരുപാട് സ്കോപ്പ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് ബിഹേവിയറൽ ഫിനാൻസ് എന്ന് പറയുന്നത്. ആക്ച്വലി ബിഹേവിയറൽ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ നോർമൽ
ഒരു ഇൻഡിവിജ്വൽ സ്ട്രീം ഓഫ് എന്താണ് ഒരു സ്റ്റഡി അല്ല. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സൈക്കോളജി, എക്കണോമിക്സ് ആൻഡ് ഫിനാൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ ബിഹേവിയർ ആണ് സൈക്കോളജി, ആൻഡ് പ്രീവിയസ്ലി നിയോ ക്ലാസിക്കൽ എക്കണോമിക്സ് തിയറീസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഫിനാൻസ് തിയറീസും കൂടെ എമേർജ് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സെറ്റ് ഓഫ് സ്ട്രീം ഓഫ് സ്റ്റഡിയാണ് ബിഹേവിയറൽ ഫിനാൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ബിഹേവിയറൽ ഫിനാൻസിൽ ഇന്ന് 2 പുതിയ സ്ട്രീമും കൂടെ ഇതിൽ ആഡ് ആയിട്ടുണ്ട്. അത് ഒന്നാണ് മാർക്കറ്റിംഗ്. കാരണം ഇന്ന് മോസ്റ്റ് ഓഫ് ദിസ് കമ്പനീസ്, എസ്പെഷ്യലി വെദർ ഇറ്റ് ഈസ് ഇൻ ഫിനാൻഷ്യൽ ഓർ ഇൻ നോൺ ഫിനാൻഷ്യൽ കമ്പനീസ്, ദേ ആർ യൂസിങ് ദ ബിഹേവിയർ ഓർ ദ ക്യാരക്ടേഴ്സ് ഓർ ദ പർച്ചേസിംഗ് ബിഹേവിയർ ഓഫ് കസ്റ്റമേഴ്സ് ടു സെൽ ദ പ്രോഡക്ട്സ്. ഒന്ന്. രണ്ടാമത്തത് ഡിസിഷൻ മേക്കിംഗ് തിയറീസ്. എങ്ങനെ ഒരു ക്ലയന്റ് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഓരോ സിറ്റുവേഷനിൽ ഹൗ ദേ ആർ ടേക്കിംഗ് ഡിസിഷൻസ്, ഇറ്റ് ഈസ് ഓൾസോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്യാരക്ടർ ആൻഡ് ബിഹേവിയർ. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് തിയറീസും മാർക്കറ്റിംഗ് തിയറീസും കൂടെ നമ്മുടെ ഈ ബിഹേവിയറൽ ഫിനാൻസിൽ ആഡ് ആയിട്ടുണ്ട്. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി എ very vast subject, and it is going to have an impact in the future of the marketing and as well as the sales. അപ്പോൾ നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവർക്ക്, if you don't understand the, as ജഗദീഷ് ഭായി ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ, if you don't understand the psychology of people, we cannot sell easily. If you can understand and get hold of the behavior of the people, we can sell the products very easily, and we can also convince the people very easily. അപ്പോൾ ഇതില് ഫാദേഴ്സ് ഓഫ് ബിഹേവിയറൽ ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് 3 പീപ്പിൾ, ആമോസ് ടെവേഴ്സ്കി, ഡാനിയൽ കാനിമൻ ആൻഡ് റിച്ചാർഡ് ടൈലർ, അവർ 3 പേരാണ് ബിഹേവിയറൽ ഫിനാൻസിന്റെ ഫാദേഴ്സ് എന്ന് പറയുന്നത്. അവരാണ് ദേ ഹാവ് സ്റ്റാർട്ടഡ് ദ ഡിഫറെന്റ് തിയറീസ്. എക്കണോമിക്സിൽ പല തിയറീസും എടുത്തിട്ട് ബിഹേവിയറൽ ഫിനാൻസ് തിയറീസ് കൊണ്ടുവന്നത്. ഇനി ബിഹേവിയറൽ ഫിനാൻസ് ജസ്റ്റ് ഒരു തിയറീസിൽ മാത്രം എൻഡ് ചെയ്യുന്നില്ല. അതിന്റെ അടുത്ത അഡ്വാൻസ്മെന്റ് വന്നതാണ് ഫിനാൻഷ്യൽ DNA എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ്. ഫിനാൻഷ്യൽ DNA എന്ന് പറഞ്ഞാൽ ആസ് ലൈക്ക് ഒരു ഹ്യൂമൻ DNA ഉണ്ടാക്കിയിരിക്കുന്നത് ടോട്ടൽ 26 ക്രോമസോംസിലാണ്. അതിൽ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ഓരോ ഡിസിഷൻസും ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ DNA. അതിൽ ഫിനാൻഷ്യൽ DNA എന്ന് പറഞ്ഞാൽ ആ ഒരു DNAയുടെ ഫ്രെയിം വർക്കിൽ തന്നെ ഹൗ വി ട്രീറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ ബിഹേവിയർ ഐഡന്റിഫൈ ചെയ്ത് ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ യുണീക്ക് സ്റ്റൈൽ ഓഫ് ഇൻവെസ്റ്റിംഗ് ഉണ്ട്. ആ യുണീക്ക് സ്റ്റൈൽ ഓഫ് ഇൻവെസ്റ്റിംഗ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അറൌണ്ട് 16 സ്റ്റൈൽസ് ഓഫ് ഇൻവെസ്റ്റിംഗിനെ കുറിച്ചിട്ടാണ് ഈ ഫിനാൻഷ്യൽ DNA എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് പറയുന്നത്. ദാറ്റ് ഈസ് എ വെരി ഹ്യൂജ് സബ്ജക്ട്. അതാണ് ഫിനാൻഷ്യൽ DNA. ആൻഡ് ഈ ഫിനാൻഷ്യൽ DNA കഴിഞ്ഞു, നമ്മുടെ ബിഹേവിയറൽ ഫിനാൻസിന്റെ അടുത്ത വേർഷനിലേക്ക് എത്തി. ആൻഡ് ദ തേർഡ് വേർഷൻ എന്ന് പറയുന്നതാണ് ന്യൂറോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ന്യൂറോ എക്കണോമിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോ സയൻസസ്, ഹൗ ദ ബ്രെയിൻ ടേക്ക് ഡിസിഷൻസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് പ്യുവർലി സയന്റിഫിക് മെത്തഡോളജീസ് ആണ്. ഒരു ജനറൽ സ്റ്റഡീസിനൊന്നും പറ്റില്ല. ഇറ്റ് റിക്വയർസ് എ ഹ്യൂജ് ലാബ്. ശരിക്കും പറയുകയാണെങ്കിൽ അതിന്റെ ലാബ് ഫെസിലിറ്റി ഇന്ന് വേൾഡിലുള്ളത് റഷ്യയിലാണ്. ഹയർ സ്കൂൾ ഓഫ് എക്കണോമിക്സ് റഷ്യയിൽ മാത്രമേ ഈ പറഞ്ഞ ലാബ് ഫെസിലിറ്റീസ് ഉള്ളൂ. ഐ ഹാവ് സ്റ്റഡീഡ് ഓൺലി ദ തിയറി പാർട്ട് ഓഫ് ഇറ്റ്. അതിന്റെ പ്രാക്ടിക്കൽ വ്യൂവിലേക്ക് പോകാൻ പറ്റിയില്ല ബിക്കോസ് ഇറ്റ്സ് കോസ്റ്റ് ലോട്ട് ഓഫ് മച്ച്. അവിടെ ഓരോ ഇമ്പൾസ്, ഒരു ക്ലയന്റ് ഒരു ഇൻഡിവിജ്വലിന് കൊടുക്കുന്ന ഇമ്പൾസിനനുസരിച്ചിട്ട് ദേ വിൽ മേക്ക് ഡിസിഷൻസ് മാറ്റും എന്നുള്ളതാണ് എന്ത് പറയുന്നത് ഈ ന്യൂറോ എക്കണോമിക്സിൽ പറയുന്ന കാര്യം. എന്നുവെച്ചാൽ നമ്മുടെ ഓരോ പർട്ടിക്കുലർ ബ്രെയിൻ സെല്ലിന്റെ ഓരോ പർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ ടെസ്റ്റുകളോ അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് ആയിട്ടുള്ള സ്റ്റിമുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ മാറ്റിമറിക്കാനുള്ള കഴിവ് ഇന്നത്തെ സയൻസിന് വന്നിട്ടുണ്ട്. സോ എനി ഡിസിഷൻസ് ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ സ്റ്റിമുലേറ്റിംഗ് ദ ബ്രെയിൻ. അതാണ് ന്യൂറോ എക്കണോമിക്സ്. അപ്പൊ ബ്രെയിനിൽ എങ്ങനെ സ്റ്റിമുലേഷൻസ് കൊണ്ടുവരാം, ബ്രെയിനിൽ ഇമേജിങ്സ് നോക്കാം, എവിടെയാണ് ബ്രെയിൻ ഡിസിഷൻസ് എടുക്കുന്ന പോയിന്റ്സ് എന്തൊക്കെയാണ്. സോ ദിസ് ഈസ് ആൻ അഡ്വാൻസ്ഡ് സ്റ്റഡി വിച്ച് കോമ്പിനേഷൻ ഓഫ് എക്കണോമിക്സ് ആസ് വെൽ ആസ് ദ ന്യൂറോ സയൻസസ്, ആൻഡ് ഇറ്റ് ഓൾസോ ഹാസ് ബിക്കം എ പാർട്ട് ഫോർ മേക്കിംഗ് ഫിനാൻഷ്യൽ ഡിസിഷൻസ് ഓൾസോ. അപ്പൊ ഈ 3 സ്ട്രീമാണ് ന്യൂറോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ തിയറി പാർട്ട്, ആൻഡ് വി ആർ നൗ മൂവിങ് ടു ദ പാർട്ട് കോൾഡ് as ദ എൻറ്റയർ നമ്മളൊരു ബിഹേവിയറൽ ഫിനാൻസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാണ്. ബിഹേവിയറൽ ഫിനാൻസിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് കോഗ്നിറ്റീവ് സൈക്കോളജി ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ ലിമിറ്റ്സ് ടു ആർബിട്രേജ്. കോഗ്നിറ്റീവ് സൈക്കോളജിക്ക് പറയുന്ന വേർഡാണ് ബയസീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബയസീസ്, BIASES, ബയസീസ്. ഈ ബയസീസ് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ഡിസിഷൻ എടുക്കുമ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു രീതിയിൽ എവിടെയെങ്കിലും ഒരു റെസ്പോൺസ് നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റൈലിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. ഇറ്റ് ക്യാൻ ബി ബിക്കോസ് ഓഫ് എന്താണ്, ഒന്നില്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഇൻഹിബിറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ക്യാരക്ടർ, അല്ലെങ്കിൽ നമുക്ക് വന്നിരിക്കുന്ന ചെറുപ്പത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന കുറെ ഇൻപുട്സിനെ ബേസ് ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത ഔട്ട്സൈഡ് ഫോഴ്സസ് ബേസ് ചെയ്തിട്ട് നമ്മുടെ ഡിസിഷൻസ് പലപ്പോഴും തെറ്റാറുണ്ട്. അങ്ങനെയുള്ള എറേഴ്സ് ഓർ ഇൻകറക്റ്റഡ്
എസ്റ്റിമേഷൻ എന്നിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബയസീസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് മിയർലി വി ക്യാൻ കോൾ ഇറ്റ് ആസ് എറേഴ്സ് വിച്ച് വി ആർ ഒക്കർ വെൻ യു ആർ ടേക്കിംഗ് എ ഫിനാൻഷ്യൽ ഡിസിഷൻ. ആൻഡ് ലിമിറ്റ്സ് ടു ആർബിട്രേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് എക്കണോമിക്സ് തിയറിയിൽ പറയുന്നത് 3 things are very very limited. എന്താണ്? നമ്മുടെ ക്യാപിറ്റൽ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ക്യാപിറ്റൽ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് ലിമിറ്റഡ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ റിസോഴ്സസ് വളരെ ലിമിറ്റഡ് ആണ്. അത് മാക്സിമം നമ്മൾക്ക് ഔട്ട്പുട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, ഇൻവെസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ അതിന് റിട്ടേൺസ് ഉണ്ടാക്കാൻ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കൂടുതൽ കാലം നമുക്ക് ഈ പറഞ്ഞ പോലെ പലവടി മേ ബി ഗാമ്പിൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടോ നമുക്ക് ഉണ്ടാക്കാൻ പേയ്മെന്റ് അല്ലെങ്കിൽ നമുക്ക് റിട്ടേൺസ് ഉണ്ടാക്കാനായിട്ടുള്ള ഓപ്ഷൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് ദാറ്റ് ലിമിറ്റ്സ് ടു ആർബിട്രേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മുടെ റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. ആ റിസോഴ്സസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫിനാൻസ് പാർട്ട് വരികയാണെങ്കിൽ ഒരു ക്ലയന്റിന്റെ അടുത്ത് പോകുമ്പോൾ ആ ക്ലയന്റിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ലിമിറ്റഡ് ആണ്. അതിന് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കണം. പക്ഷെ അങ്ങനെ ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അവർക്ക് ആ ഒരു പർട്ടിക്കുലർ ഔട്ട്പുട്ട് എടുക്കുന്ന സമയത്ത് അവർക്ക് പ്രോസസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് വരുന്ന എറേഴ്സും, ഈ രണ്ട് കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് ബിഹേവിയർ ഫിനാൻസ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവോൾവ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബേസിക് ആവശ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ബേസിക് ആയിട്ട് ഇറ്റ് ഹെൽപ്സ് യു ടു, നമ്മൾ ഒരു ബിഹേവിയർ ഫിനാൻസ് പഠിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഹെൽപ്സ് യു ടു സെർവ് യുവർ ക്ലയൻറ്റ്സ് ബെറ്റർ. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ക്ലയന്റിനെ എങ്ങനെയാണ് അവരുടെ ഡ്രോബാക്സ്, അവരുടെ ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ബയസീസ്, ആ എറേഴ്സ് എങ്ങനെ മനസ്സിലാക്കി കൊടുത്ത് അവരുടെ പ്രശ്നങ്ങളെ നമുക്ക് മറികടക്കാൻ പറ്റുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദ ക്ലയന്റ് വിൽ ബി വിത്ത് യു ഓൾവേസ്. അവരെ നമുക്ക് ഗൈഡ് ചെയ്യാൻ, പ്രോപ്പർ ഗൈഡ് ചെയ്യാനായിട്ട് പറ്റും. സർ ദിസ് ഈസ് യുവർ പ്രോബ്ലം, അങ്ങനെ നമ്മൾ എടുത്തടിച്ച് പറയരുത്. ദാറ്റ് ഈസ് ഹൗ വി ഡീൽസ് വിത്ത്, എങ്ങനെയാണെന്ന് നമ്മളത് ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വേ യു സ്പീക്ക്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വി ക്യാൻ മേക്ക് ദം അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ ഡിഫറെന്റ് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റൈൽസ് ആൻഡ് ഓൾസോ ഗെറ്റ് ഹോൾഡ് ഓഫ് ദ കസ്റ്റമേഴ്സ് സോ ദാറ്റ് ദ കസ്റ്റമർ വിൽ ബി ലോയൽ ടു യു ഓൾവേസ്. അതാണ് ബിഹേവിയർ ഫിനാൻസിന്റെ മേജർ ആയിട്ടുള്ള അഡ്വാൻറ്റേജ്. ഇനി ഈ ബിഹേവിയർ ഫിനാൻസ് ഇവോൾവ് ചെയ്തിരിക്കുന്ന ഒരു തിയറി എന്ന് പറയുന്നതാണ് പ്രോസ്പെക്ട് തിയറി. ഈ തിയറിയെ ബേസ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചുറ്റുപറ്റി നിൽക്കുന്നത്. വൺ വേ ഓർ ദി അതർ ദിസ് ഈസ് റിലേറ്റഡ് ടു പ്രോസ്പെക്ട് തിയറി. ഈ പ്രോസ്പെക്ട് തിയറി എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ അവർക്ക് കിട്ടുന്ന ലോസ് അല്ലെങ്കിൽ ഗെയിൻസ്, അതിനെ രണ്ടും രണ്ട് രീതിയിലാണ് കാണുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഗെയിൻസിനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു അത്ര വലിയ സന്തോഷം ഉണ്ടാക്കില്ല എന്നുണ്ടെങ്കിലും ചില സമയത്ത് നമുക്ക് കിട്ടുന്ന ലോസ് എന്ന് പറയുന്നത്, പെർസീവ്ഡ് ലോസ് എന്ന് പറയുന്നത് അതിയായ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, അതുകൊണ്ട് നമുക്ക് എപ്പോഴും എന്താന്ന് പറഞ്ഞാൽ ലോസ് അവേർഷൻ, നമുക്ക് ലോസ് എടുക്കാൻ താല്പര്യപ്പെടാറില്ല. പലപ്പോഴും നമ്മുടെ ക്ലയന്റിന്റെ അടുത്ത് പോകുമ്പോൾ നമുക്ക് വരുന്നൊരു മേജർ ആയിട്ടുള്ള ഒബ്ജക്ഷൻ ആണ്, അയ്യോ ഇവിടെ നമുക്ക് എന്ത് പറ്റും, ലോസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോ? അവർ ആദ്യം ചോദിക്കുന്ന വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്, ലോസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോ? ഇതിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോ ഇഫ് ഐ എം ആസ്കിങ്, നിങ്ങൾക്ക് ഒരു $100 ഞാൻ തരാം, അല്ലെങ്കിൽ യു ഹാവ് എ ചാൻസ് ടു വിൻ 50 എന്ന് വെച്ചാൽ 50% ചാൻസ് ടു വിൻ $200 എന്ന് പറയാണ്. നോർമലി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ആദ്യം എടുക്കുന്ന ഓപ്ഷൻ $100 ആണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇതിന്റെ റിസൾട്ട് രണ്ടും ഒന്നാണ്. ബിക്കോസ് $100 50% ചാൻസ് ടു വിൻ $200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രോബബിലിറ്റി എടുക്കുകയാണെങ്കിൽ 100 തന്നെയാണ് അതിന്റെ ഉത്തരം വരിക. നമ്മൾ പ്രോബബിലിറ്റി തിയറി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ യു വിൽ ഗെറ്റ് ഓൺലി 100. ഇതിന്റെ ഈ പ്രോസ്പെക്ട് തിയറിനെ നമ്മുടെ മേ ബി ഇതൊരു തിയറി മാത്രം പറഞ്ഞത്, ഇതിനെ എങ്ങനെയാണ് നമ്മുടെ ഒരു ലൈഫിലേക്ക് എങ്ങനെ കൊണ്ടുവരിക എന്നുള്ള പറഞ്ഞ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. സാം എന്നുള്ള ഒരാള്, ഈ വാണ്ട് ടു ടേക്ക് എൻ ഇൻഷുറൻസ് പോളിസി ഓഫ് 1 crore. ആള് 40 years, ഇപ്പൊ 25 years ആണ് ആളുടെ ഏജ് എന്ന് വിചാരിക്കുക. ആള് 40 years എന്ത് ചെയ്യാം, 40 years ആനുവൽ പ്രീമിയം പേ ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ ആസ് ആൻ ഇൻവെസ്റ്റർ, അല്ലെങ്കിൽ നമ്മളൊരു അഡ്വൈസർ എന്ന ലെവലിൽ നമ്മൾ ക്ലയന്റിന് 2 ഓപ്ഷൻ കൊടുക്കുകയാണ്. ദ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വിത്ത് റിട്ടേൺ ഓഫ് പ്രീമിയം. റിട്ടേൺ ഓഫ് പ്രീമിയം എന്ന് പറയുമ്പോൾ ആൾക്ക് വരുന്ന 1 crore പോളിസിയുടെ വാല്യൂ എന്ന് പറയുന്നത് 22,860 ആണ്. വിത്തൗട്ട് റിട്ടേൺ ഓഫ് പ്രീമിയം നമ്മൾ അടയ്ക്കുന്നു, നമുക്കൊന്നും തിരിച്ചു കിട്ടുന്നില്ല. 45 വർഷം നമ്മൾ പ്രീമിയം അടയ്ക്കുന്നു, ആൻഡ് ദ എമൗണ്ട് ഈസ് 9,948. ഇതിൽ വിത്ത് റിട്ടേൺ ഓഫ് പ്രീമിയം എന്ന് പറഞ്ഞാൽ 40 വർഷം കഴിഞ്ഞാൽ ഹി വിൽ ഗെറ്റ് 105% ഓഫ് വാട്ട് ദ ടോട്ടൽ എമൗണ്ട് പെയ്ഡ്, അല്ലെങ്കിൽ നമുക്കൊന്നും കിട്ടില്ല. അപ്പൊ ആക്ച്വലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ ദ വാല്യൂ ഹി വിൽ റിസീവ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ 9,60,120 നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഹി വിൽ ലൂസ് 3,97,920. ഇതാണ് ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് വൺ നോർമലി ദ ക്ലയൻസ് വിൽ ടേക്ക് എന്നുള്ളതാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇതിന്റെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ പ്രോസ്പെക്ട് തിയറി പ്രോസസ് ചെയ്യുന്നത് പറഞ്ഞാൽ, ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു മെന്റൽ ഷോർട്ട് കട്ട് ആണ്.
ആൻഡ് ഡിസൈഡ് ദ ഔട്ട്കംസ്. ഈ ഒരു കേസ്, ഈ ഒരു സാമ്പിൾ എക്സാമ്പിളിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് മെന്റൽ ഷോർട്ട് കട്ട് നമ്മൾ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു 90%, ഇതൊരു പ്രൂവൺ കേസ് ആണ്. 90% പീപ്പിൾ വിൽ തിങ്ക് ദാറ്റ് ഞാൻ ഇപ്പോ എന്ത് ചെയ്യാണ്, ഇൻവെസ്റ്റ് ചെയ്യാൻ 9,000 വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അൾട്ടിമേറ്റ്ലി ഒന്നും കിട്ടില്ല. ഞാൻ 40 years വരെ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ 9,000 വെച്ച് എല്ലാ വർഷവും അടച്ച എമൗണ്ട് നഷ്ടമല്ലേ. സോ വൈ ഷുഡ് ഐ എന്താണ് ലൂസ് മൈ മണി, ബെറ്റർ ഗോ ഫോർ വാട്ട്, ഒരു റിട്ടേൺ ഓഫ് പ്രീമിയം എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് പോകാന്നുള്ളൊരു സിറ്റുവേഷൻ ക്ലയന്റിന് പലപ്പോഴും കാണിക്കാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി അവിടെ വരുന്ന ഷോർട്ട് കട്ടും അവിടെ വരുന്ന ഔട്ട്കം എന്ന് പറയുന്നത് ഇതിന്റെ വേറൊരു ഓപ്പർച്യൂണിറ്റിയോ അല്ലെങ്കിൽ വേറൊരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ കുറിച്ചിട്ട് അവർ ചിന്തിക്കുന്നില്ല. ദേ വിൽ തിങ്ക് ഓൺലി അബൌട്ട് ദ കറന്റ് സ്റ്റേറ്റസ്, ഇപ്പോഴുള്ള സിറ്റുവേഷൻ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ആൻഡ് അൺലൈക്ലി ഔട്ട്കംസിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇഗ്നോർ ചെയ്ത് വിടും. അപ്പോൾ ക്ലയന്റ് വിൽ ഡു ദാറ്റ്, ആ ഒരു എഡിറ്റിംഗ് ഫേസിൽ ഈ കാര്യങ്ങളെല്ലാം പ്രോസസ് ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് ഇവർ ഇവാലുവേഷൻ തുടങ്ങും. ഓൾറെഡി എഡിറ്റിംഗ് ഫേസിൽ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്, മൈൻഡിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ദാറ്റ് I want to invest in a fund or in an insurance policy which gives me some return. ആ റിട്ടേൺ കിട്ടുന്ന ഏതെങ്കിലും ഒരു പോളിസിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്നുള്ളൊരു മെന്റൽ ഷോർട്ട് കട്ട് അല്ലെങ്കിൽ മെന്റൽ ഔട്ട്പുട്ട് നമ്മൾ ഓൾറെഡി ഡിസൈഡ് ചെയ്ത് വെച്ചു. അപ്പൊ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഡിസിഷൻസും എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് ഈ എഡിറ്റിംഗ് ഫേസിൽ നമ്മൾ ചിന്തിച്ച കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കും. ബാക്കി എന്ത് കാര്യങ്ങൾ വന്നാലും നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്ത് കളയും. അൾട്ടിമേറ്റ്ലി ഈ ഒരു സിറ്റുവേഷനിൽ ഹി മേ ഗോ ഫോർ വാട്ട് എ റിട്ടേൺ ഓഫ് പ്രീമിയം പോളിസിയിലേക്ക് പോകും. പക്ഷേ വാട്ട് ഈസ് അൺലൈക്ലി ഔട്ട്കം? അൺലൈക്ലി ഔട്ട്കം എന്ന് പറയുന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത് ആസ് എ മ്യൂച്വൽ ഫണ്ട് അഡ്വൈസർ. ചിലപ്പോൾ നമുക്കറിയാം ഇവിടെയുള്ളവർ പലവരും മ്യൂച്വൽ ഫണ്ട് മാത്രമല്ല, യു ഓൾവേസ് സെൽ വാട്ട് ഇൻഷുറൻസ് ഓൾസോ. ആസ് എ മ്യൂച്വൽ ഫണ്ട് അഡ്വൈസർ സാമിന്റെ അടുത്ത് നമ്മൾ പറയാണ് യു ബെറ്റർ ഇൻവെസ്റ്റ് ഇൻ എ പ്രീമിയം വിച്ച് വിൽ നോട്ട് ഗീവ് എനി റിട്ടേൺ, ബട്ട് ഇറ്റ് ഈസ് ലോവർ ദാൻ വാട്ട് വി വിൽ ഗെറ്റ് ഇറ്റ് ഓൺ maybe what we will get it ultimately at the end of the policy period. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ 22,000 9,000 ഡിഫറൻസ് പറയുന്നത് അറൌണ്ട് 12,912 വരും. ആൻഡ് ഇഫ് യു ഇൻവെസ്റ്റ് ഇൻ എ സ്റ്റോക്ക് മേ ബി ഇൻ എ മ്യൂച്വൽ ഫണ്ട് വിച്ച് ഗീവ്സ് എ റിട്ടേൺ ഓഫ് 13%, യുവർ വാല്യൂ വിൽ ബി 1,47,90,512. അവിടെ നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റിയോ ഈ ഔട്ട്കമോ നമ്മൾ ചിന്തിക്കാറില്ല, അല്ലെങ്കിൽ ക്ലയന്റ് ചിന്തിക്കാറില്ല. ഇവിടെയാണ് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് അഡ്വൈസേഴ്സിന് വേണ്ട നമുക്ക് ആവശ്യപ്പെട്ട നമ്മൾ വൈ ദ മ്യൂച്വൽ ഫണ്ട് അഡ്വൈസേഴ്സ് ഓർ ആൻഡ് ഫിനാൻഷ്യൽ പ്ലാനേഴ്സ് ഈസ് റിക്വയർഡ് എന്നുള്ള ഒരു കാര്യം. കാരണം പലപ്പോഴും ക്ലയന്റ് ഡയറക്റ്റ് ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അവരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ആരും ഉണ്ടാവില്ല. സോ ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്സ് നമുക്ക് ക്ലയൻസിന് കൊടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് അവരുടെ ഒരു പ്രശ്നമാണ്. കാരണം അവിടെ അവർക്ക് ലോസ് ഉണ്ടാവുന്നു എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ ദേ വിൽ നോട്ട് ഇൻവെസ്റ്റ്. പക്ഷെ ലോസ് ഇല്ലാണ്ട് നമുക്ക് ഇതിൽ കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ദേ വിൽ സ്റ്റേ വിത്ത് യു. ഇതൊരു പ്രോസ്പെക്ട് തിയറിയുടെ ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. ഇനി ഇത് നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു അനദർ എക്സാമ്പിൾ. ഈ എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മ്യൂച്വൽ ഫണ്ട് അഡ്വൈസേഴ്സ്, ഡോണ്ട് ടേക്ക് ഇറ്റ് ആസ് പേഴ്സണൽ, ഇതൊരു പലപ്പോഴും ഒരു സിറ്റുവേഷന് വേണ്ടി പറയുകയാണ്. മേ ബി യു ക്യാൻ സേ ദാറ്റ്സ് മിസ്റ്റർ റോജർ ആൻഡ് മിസ്റ്റർ ഏഞ്ചല. ഈ മിസ്സസ് ഏഞ്ചല, ഇവർ രണ്ടുപേരും മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. ഇവർ രണ്ടുപേർക്കും അറിയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സെയിം സാമിന് എന്ത് ചെയ്യാണ്, ഒരു ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ട് എന്ന് ഇവർ രണ്ടുപേരും അറിയുന്നു. സോ ദേ പ്ലാൻ ടു മീറ്റ് ഇൻഡിവിജ്വലി സാമിനെ കാണാനായിട്ട് പോയി. അപ്പൊ സാമ് രണ്ടുപേരും വിളിച്ചു. സാമിനെ അറിയാവുന്ന ആൾക്കാരാണ്. സോ ഹി ഡിസൈഡഡ് ടു സെലക്ട് ഫണ്ട്സ് ഫ്രം ടു ഇൻഡിവിജ്വൽ അഡ്വൈസേഴ്സ്. അപ്പൊ എങ്ങനെയാണ് അവർ പോകുന്നത്? അപ്പൊ രണ്ടുപേരും ഇൻഡിവിജ്വലി കാണാൻ പോകുന്നു. അവരടുത്ത് പറഞ്ഞു എനിക്കൊരു ഫണ്ട് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ റോജർ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഹി സെലക്ടഡ് കൊട്ടാക് സ്മോൾ ക്യാപ് ഫണ്ട് എടുത്തു. ഏഞ്ചല സെലക്ടഡ് ഫ്രാങ്ക്ലിൻ ഇന്ത്യ സ്മോളർ കമ്പനീസ് ഫണ്ട് പറഞ്ഞിട്ട് രണ്ട് ഫണ്ടുകൾ ഓരോരുത്തർ സെലക്ട് ചെയ്തു. അപ്പോൾ ആ ഫണ്ടിന്റെ 14/3 സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിൽ 1 year റിട്ടേൺ തന്നിട്ടുണ്ട്, രണ്ട് ഫണ്ടിന്റെ സിൻസ് ഇൻസെപ്ഷൻ റിട്ടേൺസ് വന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതില് ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ റോജർ ആണ് പോകുന്നത്, സാമിനെ കാണാനായിട്ട് പോകണമെങ്കിൽ നമ്മൾ നോർമലി പറയുന്നത് ആസ് നമ്മൾ ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്സോ കാര്യങ്ങളൊന്നും പറയില്ല. ക്ലയന്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ എന്താ പറയുന്നത്, സർ ദിസ് ഫണ്ട് ഈസ് ഗുഡ്. കാരണം കഴിഞ്ഞ ഇത് തുടങ്ങിയപ്പോൾ തൊട്ട് ഇറ്റ് ഹാസ് ഗിവൺ 17.39%. അതിലൊരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ ആസ് ഒരു ചെറിയൊരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്, 13.19% ആണ്. എന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒരു ചെറിയൊരു കറക്ഷൻ വരികയാണെങ്കിൽ ഈ ഫണ്ട് താഴെ പോകാനുള്ള ലെവൽ എന്ന് പറയുന്നത് 17.39% നിന്ന് ഒരു 13.19% കുറഞ്ഞിട്ട് ഇറ്റ് മേ ഗോ അപ് ടു എ ലെവൽ ഓഫ് 15% വരെ പോകാം. അല്ലെങ്കിൽ
ആ ഒരു ഫണ്ട് ചെറുതായിട്ട് കയറി കഴിഞ്ഞാൽ ഇറ്റ് മേ ഗോ അപ് ടു 20%. അത് അങ്ങനെ ഒരു ബെനിഫിറ്റ് ഈ ഫണ്ടിന് വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പറയും. സെയിം ലൈക്ക് ആഞ്ചല പോകുമ്പോഴും ആഞ്ചല പറയും ഇറ്റ് ഈസ് ഫ്രാങ്ക്ലിൻ ഹാസ് ഗിവൻ എ ഗുഡ് റിട്ടേൺ 15.62 തന്നിട്ടുണ്ട് ആൻഡ് അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേഷൻസും പറയും. ഓക്കെ, ഈ രണ്ട് രീതിയിൽ പറയുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ഈസ് ദാറ്റ് ഏഞ്ചല പറഞ്ഞു 15.62 ഉള്ളൂ, റോജർ പറഞ്ഞു 17.39 ഉണ്ട്. അൾട്ടിമേറ്റ്ലി ക്ലയന്റ് എവിടെ എന്താ നോക്കുക, വി വിൽ നമ്മൾ ലോസിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ പ്രോസ്പെക്ട് ഏരിയയിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണെങ്കിൽ ലോസിനെക്കാട്ടിലും നമ്മൾ കൂടുതൽ എന്താ നോക്കുക, ഗെയിനെ ആയിരിക്കും നോക്കുന്നുണ്ടാവുക. ഗെയിനെ നോക്കുന്ന സമയത്ത് വാട്ട് വിൽ ഹാപ്പൻ ഈസ് ദാറ്റ് കൊട്ടാക്കിലേക്ക് പോകാം എന്നുള്ളൊരു ചിന്ത ഒരു ക്ലയന്റിന്റെ മൈൻഡിൽ ഒബ്വിയസ്ലി വരും. അങ്ങനെ ഒരു തിങ്കിങ് വരുമ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഏഞ്ചല വിൽ കം ആൻഡ് സെൽ ദാറ്റ് സർ നമ്മുടെ ഫ്രാങ്ക്ലിൻ ഹാസ് ഗിവൻ 46.15% റിട്ടേൺ ഇൻ 1 year. പക്ഷെ അതേ സ്ഥാനത്ത് കൊട്ടാക് ഹാസ് ഗിവൺ ഓൺലി 29.15. അപ്പോ അവിടെ എന്ത് പറ്റിയെന്ന് പറഞ്ഞാല് ക്ലയന്റിനെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ റേഷ്യോസും നമ്മൾ പറഞ്ഞ കാൽക്കുലേഷൻസ് എല്ലാം മാറ്റി ഒരു ലോവർ പീരീഡ് ഓഫ് ടേമിലുള്ള റിട്ടേണിനെ കുറിച്ചിട്ട് നമ്മളൊന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു. അവിടെ പറഞ്ഞപ്പോൾ അൾട്ടിമേറ്റ്ലി ക്ലയന്റിന് ആകെ മൊത്തം കൺഫ്യൂസ്ഡ് ആവും. കൺഫ്യൂസ്ഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇത് കമ്പയർ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഇല്ല. കാരണം കൊട്ടാക്ക് ഒരു 1 year നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലെസ് റിട്ടേൺ ആണ് കൊട്ടാക്ക് തരുന്നത് ഫ്രാങ്ക്ലിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഫ്യൂച്ചറിനെ ഒരുപാട് ഫ്യൂച്ചർ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ ഇത് നല്ല റിട്ടേൺ തരാം, ചിലപ്പോൾ അത്രയും കാലം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ക്ലയന്റിന്റെ മൈൻഡിൽ ആകെ കൺഫ്യൂസ്ഡ് ആവും, എങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു കൺഫ്യൂഷൻ പലപ്പോഴും വരാറുണ്ട്. അത് എല്ലാ ഇൻവെസ്റ്റ്മെന്റ്സിലും വരുന്ന ഒരു കാര്യമാണ്. ആൻഡ് അൾട്ടിമേറ്റ്ലി ക്ലയന്റ് തീരുമാനിക്കുന്നു എന്താണ് ഇത്. ഇപ്പോ ജഗദീഷ് ജി ഒരു സാമിന്റെ വളരെ അടുത്ത ഫ്രണ്ടാണ്. അപ്പോൾ ജഗദീഷ് ജിയെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കും, ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് കൊട്ടാക്കും അല്ലെങ്കിൽ ഫ്രാങ്ക്ലിനെ ഒക്കെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്, ഫ്രാങ്ക്ലിൻ ഷോർട്ട് ടേമിൽ നല്ല റിട്ടേൺ എല്ലാം തന്നിട്ടുണ്ട്. അപ്പൊ ജഗദീഷ് ജിയുടെ മൈൻഡിൽ ആദ്യം വരുന്ന കാര്യം ഫ്രാങ്ക്ലിനെ കുറിച്ചിട്ട് എന്തോ ഒരു ഇഷ്യൂ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഐ തിങ്ക് സോ എന്നിങ്ങനെ പറയുന്നു. ഇമ്മീഡിയറ്റ്ലി ക്ലയന്റ് വിൽ സെർച്ച് ഇൻ ദ ഗൂഗിൾ. നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മുടെ എല്ലാത്തിന്റെയും എന്താ സെർച്ച് എഞ്ചിനും അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ പലതും തീരുമാനിക്കുന്നത് ഗൂഗിൾ ആണല്ലോ. അപ്പൊ ഗൂഗിളിനെ സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിളിൽ ഫസ്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ വരുന്നത് ഫ്രാങ്ക്ലിൻ മ്യൂച്വൽ ഫണ്ട് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ 2020 ഡെറ്റ് മാർക്കറ്റ് സ്കീമിനെ കുറിച്ചിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും ആദ്യം നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് വരിക. ദ ക്ലയന്റ് ഈസ് അഗെയിൻ ഇൻ എ കൺഫ്യൂഷൻ. ഈ 49% റിട്ടേൺ തന്നു, പക്ഷെ അവർക്ക് ഒരു 25,215 crores ഡ്യൂവും ലിക്വിഡിറ്റി ക്രൈസിസ് വന്ന ഒരു കമ്പനിയാണെന്ന് പറയുമ്പോൾ ദ ക്ലയന്റ് ബിക്കെയിംസ് വീണ്ടും ക്ലയന്റ് ടെൻസ്ഡ് ആവും. ഓക്കെ, ആൻഡ് അതേപോലെ വെൻ ഹി സെർച്ച് ഫോർ കൊട്ടാക് മ്യൂച്വൽ ഫണ്ട് ഇഷ്യൂ എന്ന് പറയുമ്പോൾ കൊട്ടാക്കിനെ കുറിച്ചിട്ട് യാതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കമന്റ്സോ ഒന്നും നമ്മുടെ ഗൂഗിളിൽ കാണുന്നില്ല. സോ അൾട്ടിമേറ്റ്ലി നമ്മൾ എന്ത് ചെയ്യും, വി വിൽ ഫിക്സ് അറ്റ് കൊട്ടാക്. കൊട്ടാക്കിൽ നമ്മൾ ഫിക്സ് ചെയ്തു എന്ന് വിചാരിക്കാം. ആൻഡ് ഹി ഹാസ് ഇൻവെസ്റ്റഡ് ഇൻ കൊട്ടാക്. ഓക്കെ ഫൈൻ, ദാറ്റ് ഈസ് ഗുഡ്, ഒരു പ്രശ്നമില്ല. ആൻഡ് റോജർ വളരെ ഹാപ്പി ആയി, കാരണം ആള് ഉദ്ദേശിച്ചു പോയി കിട്ടി. ഏഞ്ചല് സങ്കടപ്പെട്ടു. Not an issue because this is happening. It is a competitive market. എല്ലാവർക്കും there are chances, but we have a lot of potential in it. പക്ഷെ ഇമ്മീഡിയറ്റ്ലി നമുക്ക് വരുന്ന ഒരു വാർത്തയാണ് എന്താണ്, ഇപ്പൊ ജഗദീഷ് ജി വിളിച്ചു പറയുകയാണെന്നിരിക്കട്ടെ, സാം ഇങ്ങനൊരു വാർത്ത കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ ദിവസം വന്നൊരു കാര്യമാണ്, സെബി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, സാം സ്മോൾ ക്യാപ്പിലല്ല ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതില് ഒരു ബബിൾ വരാനുള്ള ചാൻസ് ഉണ്ട്, പെട്ടെന്ന് ഡൈവേഴ്സിഫൈ ചെയ്യണം അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റ്സ് പ്രശ്നങ്ങളാവും എന്നുള്ള രീതിയിൽ എന്ത് വരുന്നു, ഒരു കമന്റ് വന്നു. ഇമ്മീഡിയറ്റ്ലി യു ഗോട്ട് എ കമന്റ്. ഈ കമന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിൾ സാറിന്റെ അടുത്ത് പോകുന്നു. ഗൂഗിൾ സാറത്ത് പറയുന്നു, സാർ അപ്പ സെർച്ച് ചെയ്യും സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് റിസ്കി. ഗൂഗിളിൽ കൊടുത്തു. ഗൂഗിൾ ആദ്യം തരുന്ന നമുക്ക് ഇത്തുള്ള ഇൻഫർമേഷൻ എന്താണ്, ബട്ട് ദർ ആർ നോട്ട് ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ്സ് വെൻ യു ബൈ എ സ്റ്റോക്ക് which makes stock one of the most risky investment. If a company does not do well, falls out of favor with investors, its stock can fall in price and investors could lose money എന്ന് പറഞ്ഞിട്ടുള്ള അടുത്തൊരു ഇൻഫർമേഷൻ കിട്ടുന്നു. ഇമ്മീഡിയറ്റ്ലി സാം ഗോട്ട് ടെൻസ്ഡ്. അയ്യോ ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യുക, എന്റെ ഇൻവെസ്റ്റ്മെന്റ്സ് ആകെ മൊത്തം പ്രശ്നമാവുമല്ലോ, ഞാൻ ലോങ് ടേം ഒക്കെ വിചാരിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്താണ്, ഇപ്പൊ ലോങ് ടേമിലൊന്നും പ്രോഫിറ്റ് കിട്ടില്ല, ഇത്രയും റിസ്ക് ഉള്ള ഇൻവെസ്റ്റ്മെന്റ് ആണോ എന്ന് പറയുന്നു. അങ്ങനെ സാം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നടക്കുമ്പോഴാണ് വേറൊരു പുതിയൊരാള് ഇമ്മീഡിയറ്റ്ലി നമ്മുടെ അടുത്ത് വരുന്നു. നമ്മുടെ അടുത്ത് വന്നിട്ട് പറയാണ്, എനിക്ക് അറിയാവുന്ന ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ 10 മാസം കൊണ്ട് യുവർ ഇൻവെസ്റ്റ്മെന്റ് വിൽ ഗെറ്റ് ഡബിൾഡ് എന്ന് പറയുന്നു. അപ്പോൾ പറയും
10 മാസം അല്ലേ? ഓക്കെ, 10 മാസം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് കിട്ടുക എന്ന് പറഞ്ഞാൽ യു വിൽ ഗെറ്റ് മന്ത്ലി റിട്ടേൺസ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഇപ്പൊ 10,000 ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2,000 വെച്ചിട്ട് 10 മാസത്തേക്ക് റിട്ടേൺ കിട്ടും. ആൻഡ് അൾട്ടിമേറ്റ്ലി യു വിൽ ഗെറ്റ് 20,000 ആഫ്റ്റർ 10 months എന്ന് പറയുന്നു. അപ്പോൾ ക്ലയന്റിന്റെ മൈൻഡിൽ പോകുന്ന കുറച്ച് കാൽക്കുലേഷൻസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 months, ഓക്കെ, 5 months കൊണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് കിട്ടും, പിന്നെ കിട്ടുന്നത് മുഴുവൻ എനിക്ക് പ്രോഫിറ്റ് ആണ്. അപ്പൊ എത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് എനിക്ക് ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ബെറ്റർ ഓപ്ഷൻ അതല്ലേ? ഇമീഡിയറ്റ്ലി എന്ത് ചെയ്യുന്നു? സാം ഇസ് വിത്ഡ്രോയിങ് ഹിസ് ഓൾ ദ എമൗണ്ട് ഫ്രം കൊട്ടാക് ആൻഡ് സ്റ്റാർട്ടഡ് ഇൻവെസ്റ്റിംഗ് ഇൻ ദിസ് പർട്ടിക്കുലർ കമ്പനി. ഈ കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ദിസ് ഈസ് എ റിയൽ കേസ് വിച്ച് ഹാസ് ഹാപ്പൻഡ് ഇൻ 2021 ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അതാണ് യൂണിവേഴ്സൽ ട്രേഡിംഗ് കമ്പനി സൊല്യൂഷൻസ് പറഞ്ഞ ഒരു കമ്പനിയിൽ നടന്നത്. ഇറ്റ് വാസ് എ സ്കാം. അവർ ഓൾമോസ്റ്റ് ഈ ഒരു പോൺസി സ്കീം വഴി ഇന്ത്യയിൽ നിന്ന് എടുത്തത് അറൌണ്ട് 3,000 to 3,500 crores ആണ് നമ്മുടെ ആൾക്കാരിൽ നിന്ന് എടുത്തത്. നമ്മളിവിടെ 1 lakh rupees മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് പോകുമ്പോൾ ആൾക്കാർ ദേ വിൽ സേ ദാറ്റ് ഇറ്റ് ഈസ് റിസ്കി. ബട്ട് ഇവിടെ 1 lakh അല്ല 50 lakhs വരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ആൻഡ് നൗ അവർക്ക് ഒരു പൈസ പോലും തിരിച്ചു കിട്ടിയിട്ടില്ല. ആൻഡ് റിയലൈസ് ദാറ്റ് ഇറ്റ് വാസ് എ സ്കാം എന്ന് പറഞ്ഞ ഒരു പ്രശ്നം. അപ്പൊ ഇത് ഒരു മേജർ ആയിട്ട് വന്നുള്ളൊരു കേസാണ്. ഇറ്റ് ഈസ് എ റിയൽ കേസ്. ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പൈസ നഷ്ടപ്പെട്ടു. ഇതുപോലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട പൈസയിൽ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ എമൗണ്ട് തരാന്ന് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യില്ല, അയ്യോ പറ്റില്ല എനിക്ക് ഫുൾ എമൗണ്ട് വേണം എന്ന് പറഞ്ഞിട്ട് വി വിൽ ഗോ ഫോർ എ വാട്ട്, ഒരു കേസിനോ അല്ലെങ്കിൽ അതൊരു കോർട്ട് ഓഫ് ലോയിൽ നമ്മൾ പോകേണ്ട അവസ്ഥ വരും. നമ്മൾ എന്ത് ചെയ്യും? സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. എൻ്റെ കയ്യിലുള്ള പൈസ എത്രയാണോ അത് അത്രത്തോളം കയറിയ മാത്രമേ ഞാൻ അത് വിൽക്കുള്ളൂ. സെയിം ലൈക്ക് ഈവൻ നമ്മൾ പലപ്പോഴും പല ഇൻഡിവിജ്വൽസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഏതെങ്കിലും ഒരു സ്റ്റോക്ക്, പ്രത്യേകിച്ച് പെന്നി സ്റ്റോക്സ് മേടിക്കും, ഹൈ റിട്ടേൺ കിട്ടുന്നു പറഞ്ഞ് മേടിക്കും. അൾട്ടിമേറ്റ്ലി അത് വളരെ താഴെ പോവും. കുറച്ച് കഴിഞ്ഞാൽ കമ്പനി ലിക്വിഡേറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നാൽ പോലും, ലിക്വിഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പോലും അല്ല, ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെല് ചെയ്യാണ്ട് നമ്മളത് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അതിനാണ് അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് നമ്മൾ പലപ്പോഴും കാണിക്കും. ഈവൻ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ട് ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞാൽ ദ ഫണ്ട് ഒരു സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞാൽ അതിന്റെ റിട്ടേൺ സാച്ചുറേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇഫ് യു അഡ്വൈസ് അല്ല കുറച്ചും കൂടെ റിട്ടേൺ കൂടുമെന്ന് നോക്കട്ടെ, നോക്കിയിട്ട് നമുക്ക് മാറ്റാം എന്നുള്ള രീതിയിൽ അവര് ദേ വിൽ മേക്ക് ദ ഇൻവെസ്റ്റ്മെന്റ്സ്, അല്ലെങ്കിൽ ദേ വിൽ കീപ് ദ ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഏരിയ. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഇതിൽ കാണിക്കാറുണ്ട്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് എന്താണ്, ഇതൊരു സ്റ്റോറിയാണ്. ഈ സ്റ്റോറിയിൽ നിന്ന് വി ഹാവ് ലേൺഡ് സോ മെനി തിങ്സ്. ഇതിനെ ഒരു തിയറിയിലേക്ക് മാറ്റുകയാണെങ്കിൽ, ഈ സ്റ്റോറി ഓർമ്മയിരുന്ന് കഴിഞ്ഞാൽ ഇത് തിയറിയിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇതിൽ വരുന്ന കുറച്ച് ബയസിസ്, ഞാൻ പറയുകയാണെങ്കിൽ ദർ ആർ മോർ ദാൻ 40 ബയസിസ്. അതിൽ ഞാനൊരു 7 ബയസിസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ആദ്യത്തെ ബയസിയാണ് ലോസ് അവേർഷൻ ബയസ്. ഇത് എല്ലാ ഇൻഡിവിജ്വലിലും ഉള്ള ഒരു പ്രശ്നമാണ് ലോസ് അവേർഷൻ. നമുക്ക് നഷ്ടം സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും നഷ്ടം സഹിക്കാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സന്തോഷത്തിനെക്കാട്ടിലും ഡബിൾ സങ്കടമാണ് 1 രൂപ നഷ്ടപ്പെട്ടാൽ ഉണ്ടാവുന്നത്. അതാണ് ലോസ് അവേർഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ലോസ് എടുക്കാൻ അല്ലെങ്കിൽ ലോസ് വരുന്നു എന്ന് തോന്നുമ്പോൾ അവർക്ക് സങ്കടം കൂടുതൽ വരും. സോ പീപ്പിൾ ഓൾവേസ് ട്രൈ ടു അവോയ്ഡ് ലോസസ്. അങ്ങനെ ലോസ് അവോയ്ഡ് ചെയ്യുന്നതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്, പല റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഒരു അൺസെക്യൂർ ആണെന്ന് തോന്നുന്ന ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് വരാനായിട്ട് മടി കാണിക്കുന്നത്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഹ്യൂമൻ ബീങ്. ഇത് മാറ്റാനായിട്ട് നമുക്കുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ വി നീഡ് ടു എഡ്യൂക്കേറ്റ് ദ പീപ്പിൾ. എങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യുക? ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോ നമ്മൾ പറയുന്നു സ്റ്റോക്ക് മാർക്കറ്റ് ലാസ്റ്റ് സിൻസ് ഇൻസെപ്ഷൻ ഇറ്റ് ഹസ് ഗിവൻ 16%. ഒരു കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് പറയുന്നത് 16% ഉണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ അങ്ങനെ കുറച്ച് ടിപ്സ് ആൻഡ് ടെക്നിക്സ്, അങ്ങനത്തെ കുറച്ച് ടിപ്സ് ആൻഡ് ടെക്നിക്സ് നമുക്ക് ക്ലയന്റിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ അതേപോലെ തന്നെ ചില സമയത്ത് ലോസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മാർക്കറ്റ് ക്രാഷ് ഉണ്ടാവുകയാണ്. ഫോർ എക്സാമ്പിൾ 2008 വന്നൊരു ക്രാഷ് ഉണ്ടാവുകയാണ്. ആ ക്രാഷ് സമയത്ത് പലപ്പോഴും പല ആൾക്കാരും എന്താ വെച്ച് കഴിഞ്ഞാല് മാർക്കറ്റ് സെന്റിമെന്റുമായിട്ട് ബന്ധപ്പെട്ട് അൺവാണ്ടഡ് ആയിട്ട് പല സ്റ്റോക്സും സെൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഹോൾഡ് ചെയ്തവർക്കെല്ലാം ഇന്ന് അവർക്ക് നല്ല പ്രോഫിറ്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അത് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള വെക്കാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് വരാത്തത് ലോസ് വരുമോ അല്ലെങ്കിൽ കുറച്ച് ലോസ് അല്ലേ ആയുള്ളൂ, വേഗം അത് വിറ്റിട്ട് ഉള്ള പ്രോഫിറ്റെങ്കിലും നമുക്ക് എടുക്കാം എന്നുള്ള പറയുന്ന ഒരു സിറ്റുവേഷൻ. നമുക്ക് ഒരു സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പലപ്പോഴും നമ്മൾ പല ക്ലയൻസിന്റെ അടുത്ത് പോകുമ്പോൾ അവർ പറയും, അന്ന് 2008 എനിക്ക് ഒരു സ്റ്റോക്ക് ഉണ്ടായിരുന്നു, അത് 10% താഴെ പോയപ്പോഴേക്കും ഞാൻ വിറ്റു, അതുകൊണ്ട് എന്താ എനിക്ക് ലോസ് വന്നില്ല, അത് 50% വരെ താഴെ പോയി. പക്ഷെ ഇന്ന് അതിന്റെ വാല്യൂ നോക്കുമ്പോൾ ഇന്ന് ആ 50% അതൊരു ട്രിപ്പിൾ ടൈംസ് ആയിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് അവർ പറയില്ല. അത് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതാണ് ലോസ് അവേർഷൻ. പിന്നെ രണ്ടാമത്തെ അത് പറയുന്നതാണ് ആംബിഗ്വിറ്റി അവേർഷൻ എന്ന് പറയുന്നത്.
നമ്മൾ ഇതിനു മുന്നേ നമ്മൾ നോക്കി, ഫസ്റ്റ് നമ്മളൊരു ലോങ് ടേം റിട്ടേൺ 17%, 15% ലോങ് ടേം റിട്ടേണിനെ കുറിച്ച് പറഞ്ഞു. ലോങ് ടേം റിട്ടേണിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ക്ലയന്റിന്റെ അടുത്ത് നമ്മൾ രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞു, ഒരു എന്താണ് 49% റിട്ടേൺ 1 ഇയറിൽ കിട്ടി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലയന്റിന്റെ അടുത്ത്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയന്റ് ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താന്ന് പറഞ്ഞാൽ നോൺ റിസ്ക് ആണെങ്കിൽ നമ്മൾ എടുക്കാൻ റെഡിയാണ്, അൺനോൺ റിസ്ക് ആണെങ്കിൽ നമ്മൾ എടുക്കാൻ താല്പര്യപ്പെടില്ല. അൺനോൺ റിസ്ക് പറഞ്ഞാൽ ലോങ് ടേമിൽ ചിലപ്പോൾ നമ്മൾ പറയും, ചില ക്ലയന്റ് അടുത്ത് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ്, സാർ ഒരു 10 കൊല്ലത്തേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് എ വെരി ഗുഡ് റിട്ടേൺ. അപ്പൊ ക്ലയന്റ് പറയും 10 കൊല്ലമൊക്കെ ആകുമ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ ഉണ്ടാവുമെന്ന് എങ്ങനെ അറിയാൻ പറ്റും? വെരി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ അവർ പറയുന്ന ആൻസർ ആണ്. 10 കൊല്ലമൊക്കെ ഇപ്പോഴേ നമുക്ക് നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനം അറിയുന്നില്ല, പിന്നെ എങ്ങനെ 10 കൊല്ലത്തിന് ശേഷമുള്ള കാര്യങ്ങൾ അറിയാം? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് അവർക്ക് ഒരു എന്താ പറയുക, ഒരു കൺഫ്യൂഷൻ ഉള്ള ഒരു സ്റ്റേറ്റിനെയാണ് ആംബിഗ്വിറ്റി അവേർഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും എന്ത് പറഞ്ഞു, സേഫ് ഓപ്ഷൻ സെലക്ട് ചെയ്യും. ദാറ്റ് ഈസ് ദ റീസൺ വൈ പീപ്പിൾ ആർ എസ്പെഷ്യലി ഗോയിങ് ഫോർ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസിലേക്കൊക്കെ ഇൻവെസ്റ്റ്മെന്റ്സ് കൂടുതൽ പോകുന്നത്. അതാണ്. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് മുന്നേ നോക്കിയ യൂണിവേഴ്സൽ ട്രേഡിംഗ് സൊല്യൂഷന്റെ കേസ്, അവിടെ എന്ന് പറയുന്നത് അവിടെ നോൺ റിസ്ക് 10 months പീരീഡ് ആണ്. 10 monthsനുള്ളിൽ നമുക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ നഷ്ടമാവുകയാണെങ്കിലും അത്രയല്ലേ വരുള്ളൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണ്. പലപ്പോഴും ഈ യൂണിവേഴ്സൽ ട്രേഡിംഗ് കോർപ്പറേഷന്റെ കേസിൽ പലവരും ആദ്യം കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ചെറിയ എമൗണ്ട് ആണ്. ആ ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ബബിൾസിന്റെയും അതുപോലെ ഫിനാൻഷ്യൽ ഫ്രോഡ്സും കൂടുതൽ ഇതല്ലാണ്ട് വേറെ ബയസിസും കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ ചെറിയ എമൗണ്ട് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പോയാൽ അത്രയല്ലേ പോകുള്ളൂ എന്നാണ് വെച്ചാൽ അവിടെ ലോസ് ടേക്കിങ്ങിന്റെ ഒരു സിറ്റുവേഷൻ വരുന്നത്. കിട്ടുകയാണെങ്കിൽ 5 മാസം കൊണ്ട് നമുക്ക് എമൗണ്ട് തിരിച്ച് കിട്ടില്ലേ എന്നുവെച്ചാൽ ആ ആംബിഗ്വിറ്റി ഒഴിവാക്കുകയാണ്. കാരണം അവിടെ നോൺ റിസ്ക് ആണ്, നമുക്ക് എത്രത്തോളം റിസ്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇനി അടുത്തതാണ് റീസൻസി ബയാസ്. റീസൻസി ബയാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ തിയറിയിൽ പറഞ്ഞ പോലെ നമുക്ക് പലപ്പോഴും പല റീസെന്റ് ആയിട്ടുള്ള ഇവന്റ്സ് ആയിരിക്കും നമ്മുടെ മൈൻഡിൽ കയറി വരിക. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ സ്മോൾ ആൻഡ് മിഡ് ക്യാപ്പിനെ കുറിച്ചിട്ട് ഇമ്മീഡിയറ്റ്ലി സെബി ഒരു ഇത് പുറപ്പെടുവിച്ചതോടുകൂടി തന്നെ പീപ്പിൾ സ്റ്റാർട്ടഡ് എന്ത് പറ്റി, ആ ഒരു കാര്യം മാത്രം നമ്മുടെ മൈൻഡിൽ വരാറുണ്ട്. റീസെന്റ് ആയിട്ട് നടന്ന ആക്ടിവിറ്റി എന്താണ്, ലൈക്ക് ന്യൂസ് പേപ്പേഴ്സ് ചെയ്യുന്ന പോലെ ന്യൂസ് പേപ്പേഴ്സിന് ഒരു പുതിയ വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ അതിനെ മാത്രം ഹൈലൈറ്റ് ചെയ്യും. നമ്മൾ അതുപോലെ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ റീസെന്റ് ആയിട്ട് നടന്നൊരു കാര്യമാണെങ്കിൽ നമ്മൾ അതിന് കൂടുതൽ ഓവർ വെയിറ്റേജ് കൊടുക്കും. അതുപോലെ ബാക്കിയുള്ള പുതിയ ഇൻഫർമേഷനോ എന്തെങ്കിലും അതിന് എന്ത് വന്നാലും നമ്മൾ എന്ത് ചെയ്യില്ല, ആ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കൊടുക്കും. ഓൺലി വി ഗീവ് ഫോർ ദ റീസെന്റ് ബയസ് അല്ലെങ്കിൽ റീസെന്റ് ആയിട്ടുള്ള ഇവന്റ്സിനെ കുറിച്ചിട്ട് വരുന്നതാണ് ഈ റീസൻസി ബയാസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് അവൈലബിലിറ്റി ബയാസ്. ഈ റീസൻസി ബയാസും അവൈലബിലിറ്റി ബയാസും തമ്മിൽ ഒരു ചെറിയൊരു ബന്ധമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെന്റ് ഇവന്റ് നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങളിൽ ഒരു റീസെന്റ് ഇവന്റ്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിൽ ആദ്യം കയറി വരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ഫ്രാങ്ക്ലിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ജഗദീഷ് ജി പറഞ്ഞു ഫ്രാങ്ക്ലിൻ എന്തോ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇഷ്യൂവിനെ കുറിച്ച് നമ്മുടെ മൈൻഡിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചുകൊണ്ടാണ് ആ പർട്ടിക്കുലർ കാര്യം പെട്ടെന്ന് നമ്മുടെ മൈൻഡ് സ്ട്രൈക്ക് ആയത്. ഞാൻ ഇവിടെ പറയുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ റീസെന്റ് ആയിട്ട് നടന്ന കാർ ആക്സിഡൻസ് എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ അടുത്ത് ആരത്തെങ്കിലും പെട്ടെന്ന് ഒന്ന് ചോദിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസെന്റ് ആയിട്ട് നടന്ന പ്ലെയിൻ ക്രാഷ് എന്തെങ്കിലും കേരളത്തിൽ ഉണ്ടോ ചോദിച്ചാൽ നമ്മൾ പറയും, ഇമ്മീഡിയറ്റ്ലി പറയും കോഴിക്കോട് നടന്ന പ്ലെയിൻ ക്രാഷ് എന്ന് പറയും. കാരണം അത് ഒന്നില്ലെങ്കിൽ ആ ഒരു ഈവന്റ് നമ്മുടെ മൈൻഡിൽ സ്റ്റോർ ആയിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു ഈവന്റ് മറ്റുള്ള ഈവന്റ്സിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഇവന്റ് ആയിരിക്കണം. കാരണം എപ്പോഴും കാർ ആക്സിഡൻസ് എല്ലാം നമ്മൾ റെഗുലർലി നമ്മുടെ മൈൻഡിൽ കയറി വരുന്ന നമ്മൾ എപ്പോഴും പേപ്പറിൽ വായിക്കുന്നതാണ്. പക്ഷെ ഒരു പ്ലെയിൻ ക്രാഷ് എന്ന് പറയുന്നത് വല്ലപ്പോഴും നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് നമ്മുടെ മൈൻഡിൽ എന്ത് പറയുന്നത്, നമുക്ക് അത് പെട്ടെന്ന് വരുന്നത്. ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യം നമ്മുടെ മൈൻഡിൽ വരുന്നത് ഏതായിരിക്കും? 2008 ക്രൈസിസ് ആണ്. അത് ഒന്ന് റീസെന്റും ആണ്, അതാണ് നമ്മുടെ മൈൻഡിലേക്ക് ആക്റ്റീവ് വരുന്നത്. അതുകൊണ്ടാണ് ഇവർ തമ്മിൽ ബന്ധമുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ചില റീസെന്റ് ഇവന്റ്സും അത് അവൈലബിലിറ്റിയും തമ്മിൽ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഇനിയിപ്പോ അടുത്തൊരു ക്രാഷ് വന്നു കഴിഞ്ഞാൽ ഈവൻ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈവൻ നമ്മൾ ആ ഒരു ക്രാഷ്, ഇപ്പൊ ഇതിനിടയ്ക്ക് കോവിഡ് ടൈമിൽ മാർക്കറ്റ് ക്രാഷ് വന്നിട്ടുണ്ട്, അതൊരു ബിഗ് ക്രാഷ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ 2008 വന്ന ക്രാഷിന് അത്രത്തോളം ഈ ഒരു കോവിഡ് ടൈമിൽ ക്രൈസിസ് അല്ലെങ്കിൽ ക്രാഷ് വന്നില്ല. അപ്പൊ അങ്ങനത്തെ കുറച്ച് അവൈലബിലിറ്റി ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് നമ്മൾ സ്ട്രൈക്ക് ഔട്ട് ചെയ്യും. ആ സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനം ആ ഒരു പർട്ടിക്കുലർ ക്രാഷോ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഇവന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. പിന്നെ പറഞ്ഞതാണ് ആങ്കറിങ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ബയസസ്. ആങ്കറിങ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പീസ് ഓഫ് ഇൻഫർമേഷനെ മാത്രം ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ തീരുമാനം എടുക്കുക. നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ആങ്കറിങ് ഓർ അഡ്ജസ്റ്റ്മെന്റ് ബയസസ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
ഇതില് ആദ്യം നമ്മൾ വന്നു, ക്ലൈന്റിന്റെ അടുത്ത് പറഞ്ഞു 17%, 15% റിട്ടേൺ കിട്ടും ലോങ് റണ്ണിൽ പറഞ്ഞു. ആ സമയത്ത് ഏഞ്ചല ഹാസ് ടോൾഡ് ദാറ്റ് ഇഫ് യു ഇൻവെസ്റ്റ്, അതിൽ 1 ഇയറിൽ നമ്മുടെ റിട്ടേൺ എന്ന് പറയുന്നത് 49 അല്ലെങ്കിൽ 29% ഉള്ളൂ കൊട്ടാക്കിന്. ബട്ട് ഫ്രാങ്ക്ലി ഹാസ് ഗിവൺ 49%. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ബേസിനെ വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണേ, അല്ലെങ്കിൽ ഒരു ആങ്കർ ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആങ്കർ എന്ന് പറയുന്നത് ഒരു 1 ഇയർ റിട്ടേൺ എന്നുള്ള ഒരു ബേസ് ആയിരിക്കും. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പിച്ച് ചെയ്യുന്നത്. ഇത് പലപ്പോഴും ഒരു ഇൻഷുറൻസ് ആൻഡ് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ മിസ് സെല്ലിംഗ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഈ ആങ്കറിങ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ബയാസ് എന്ന് പറയുന്നത്. നമ്മളൊരു ക്ലയന്റിനെ ഗെറ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല, ലോങ് റണ്ണിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വി മേ സംടൈംസ്, ദാറ്റ് ഈസ് എ വെരി വെരി ബാഡ് പാർട്ട് ഓഫ് ഇറ്റ്, വി മേ സംടൈംസ് ഫോക്കസ്, പ്രത്യേകിച്ച് വി മേ സംടൈംസ് ഫോക്കസ് അല്ലെങ്കിൽ മേക്ക് ദ ക്ലയന്റ് ടു ഫോക്കസ് ഓൺ ദ ഷോർട്ടർ റിട്ടേൺസ്, അല്ലെങ്കിൽ ഷോർട്ടർ പീരീഡിലുള്ള ഗോൾസിന് വേണ്ടിയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യാൻ നോക്കും. അപ്പോൾ ലോവർ പീരീഡിൽ കൂടുതൽ റിട്ടേൺ കിട്ടുന്ന ഫണ്ടിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ഗൈഡൻസ് കൊടുക്കാറുണ്ട്. ആൻഡ് ഓൾസോ സം മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് ഓർ ഫണ്ട് മാനേജേഴ്സ് അവരെന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ ഗിവ് ദാറ്റ് ഈ ഒരു പർട്ടിക്കുലർ ഫണ്ട് ആസ് പെർഫോംഡ് ലാസ്റ്റ് 5 ഇയേഴ്സിൽ ഈ ഒരു രീതിയിൽ പെർഫോം ചെയ്തു. പക്ഷെ സിൻസ് ഇൻസെപ്ഷൻ അല്ലെങ്കിൽ 10 ഇയേഴ്സ് റിട്ടേൺ എടുക്കുമ്പോൾ അതിനെക്കാട്ടിലും കുറവായിരിക്കും. ആ കുറവ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് വെച്ചാൽ ഷോർട്ട് പീരീഡിലുള്ള പെർഫോമൻസിനെ കൂടുതൽ ഇമ്പോർട്ടൻസ് കാണിച്ചു കൊടുക്കും. അതിനാണ് ആങ്കർ ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ബയസസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ഒരു ബയസിയാണ് ഇറ്റ് ഈസ് ഔട്ട്കം ബയസസ്. ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു യൂണിവേഴ്സൽ ട്രേഡിംഗ് കോർപ്പറേഷന്റെ എക്സാമ്പിൾ ആണ്, മേ ബി ഞാൻ വളരെ ചുരുക്കിയ എക്സാമ്പിൾസ് എടുത്തിട്ടുള്ളൂ. അവിടെ നോക്കുന്നത് ആ കമ്പനിയുടെ പ്രൊഫൈൽ എന്താണോ, ആ കമ്പനി എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നോ, അങ്ങനത്തെ ഒരു കാര്യം എന്ത് ചെയ്യുന്നില്ല, ദേ വിൽ നോട്ട് ലുക്ക് ഇൻ ടു ഇറ്റ്, ഓൺലി ദ റിട്ടേൺ പാർട്ട് മാത്രമേ നോക്കുന്നുള്ളൂ. അതിനെയാണ് എന്ത് പറയുന്നത്, ഔട്ട്കം ബയസ് പറഞ്ഞത്. ദ ക്വാളിറ്റി ഓഫ് ഡിസിഷൻസ് എടുക്കുന്നത് ഒരിക്കലും ഒരു പ്രോപ്പർ അസസ്മെന്റ് ഇല്ലാതെ എടുക്കുന്നതിനാണ് ഔട്ട്കം ബയസീസ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി ഇറ്റ് ഈസ് എൻഡോമെന്റ് ബയസ്. എൻഡോമെന്റ് ബയസ് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള വസ്തുവിന് നമ്മൾ എന്ത് ചെയ്യും, ഹ്യൂജ് അല്ലെങ്കിൽ ഹൈ വെയിറ്റേജ് കൊടുക്കുന്നതാണ് എൻഡോമെന്റ് ബയസീസ് എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, ഇപ്പോ നമ്മുടെ കയ്യിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ആ പ്രോപ്പർട്ടിയുടെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഒരു ഫോർ ടേക്ക് ഇറ്റ് ആസ് 3 lakh rupees ആണ് നമ്മുടെ ആ പ്രോപ്പർട്ടിയുടെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ അത് മേടിച്ചിട്ട് കുറെ കാലമായി, എനിക്ക് 2-3 ലക്ഷം അല്ല, എനിക്ക് 3.5 ലക്ഷം കിട്ടിയാലേ ഞാൻ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുന്നതായിരിക്കും ചിലപ്പോൾ നമ്മുടെ എൻഡോമെന്റ് ബയസ് എന്ന് പറയുന്നത്. ഈവൻ ഇപ്പൊ നമ്മൾ അവിടെ ആ ഒരു ഏരിയയിൽ ഒരു ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്, അവിടെ റോഡ് വരാനുള്ള ചാൻസ് ഉണ്ട്, റോഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് കുറയും, പിന്നെ അതൊരു മാർക്കറ്റ് വാല്യൂ താഴെ പോകുമെന്ന് പറഞ്ഞാൽ പോലും വി വിൽ നോട്ട് സെൽ ഇറ്റ്, അത് വരട്ടെ വന്നിട്ട് ആലോചിക്കാന്ന് പറയും. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ലോസ് മേക്കിംഗ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റോക്സ് ഉണ്ടാവും. ഈ എൻഡോമെന്റ് ബയേഴ്സ് പല രീതിയിലും വരാം. ഈ അതിലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു എംപ്ലോയി ഈസ് വർക്കിംഗ് ഇൻ ടാറ്റയിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണെന്ന് ഇരിക്കട്ടെ. ടാറ്റ വിൽ നോട്ട് ഫോൾ, ബട്ട് അറ്റ് ടൈംസ് ഇപ്പൊ ടാറ്റയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിക്ക് ടാറ്റ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് ഓപ്ഷൻ എന്നുള്ള ലെവലിൽ ടാറ്റ ഹാസ് ഗിവൺ സം ഷെയർസ് ടു ഹിം. അപ്പൊ ആ ഷെയർ ഫ്രീ ആയിട്ട് കിട്ടിയതാണ്, കുറച്ച് ആൾ മേടിച്ച ഷെയർസും ഉണ്ട്. പക്ഷെ ആ ടാറ്റയുടെ ഷെയർ താഴെ പോവുകയാണെങ്കിലും അയ്യോ അതങ്ങനെ വിൽക്കാൻ പറ്റില്ല, എനിക്ക് പണ്ടോട്ട് എന്റെ സ്വന്തം കമ്പനിയായിട്ട് ഞാൻ ഇത്രയും കാലം വർക്ക് ചെയ്ത കമ്പനിയാണ്, അവിടെ ആ ഒരു അറ്റാച്ച്മെന്റ് വരികയാണ്. അറ്റാച്ച്മെന്റിനേക്കാണ് എൻഡോമെന്റ് ബയസ് എന്ന് പറയുന്നത്. നമ്മൾ ഈവൻ ലോസ് മേക്കിംഗ് ആണെങ്കിൽ പോലും നമ്മൾ സെല് ചെയ്യില്ല, വിൽ കീപ് ദാറ്റ് പർട്ടിക്കുലർ ഷെയർ ഓൺ ഹോൾഡ്. പിന്നെ അവസാനം കുറെ കഴിയുമ്പോഴായിരിക്കും നമുക്ക് അത് സെല് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇനി അതിലും ലോസിന് മേലെ ലോസ് ആയി കഴിയുമ്പോഴായിരിക്കും നമ്മൾ സെല് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്കൊന്നും വാല്യൂ കിട്ടാണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ചെറിയ 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 ബയസീസ് നമ്മുടെ ഓരോ ഇൻഡിവിജ്വലിനും വരാറുണ്ട്. ഇത് തിയറി പാർട്ടാണ്. ഈ പറഞ്ഞ ഒരു കേസിൽ നമുക്ക് ഇതിനെല്ലാം എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് ഏതൊക്കെ രീതിയിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു ബയസിനെയും നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ ഔട്ട്കം ബയസ് പറഞ്ഞാൽ ഞാൻ മേ ബി ഐ വിൽ ടെൽ എ വെരി ഗുഡ് എക്സാമ്പിൾ ഓഫ് ഹൈറിച്ച്. ഞാൻ മേ ബി ഇറ്റ് ഈസ് നോട്ട് എ ബാഡ് തിങ് ഓർ ഗുഡ് തിങ്, ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ ഇറ്റ്. ഹൈറിച്ചിൽ ഞാനൊരു ക്ലയന്റിന്റെ അടുത്ത് സംസാരിച്ച ഒരു സിമ്പിൾ വേർഡാണ് ഹൈറിച്ചിന്റെ കേസ് പറഞ്ഞത്. ഹൈറിച്ച് പറയുന്നത് they will give around 25 to 30% ഇയർ ഓൺ ഇയർ റിട്ടേൺ അല്ലെ, അങ്ങനെയാണ് അവർ പറയുന്നത്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന 10,000 or 20,000 വാട്ട് എവർ ഇറ്റ് മേ ബി, യു വിൽ ഗെറ്റ് എ റിട്ടേൺ ഓഫ് അപ് ടു 30%. ഞാൻ അപ്പോൾ ക്ലയന്റിന്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ്, അപ്പൊ എന്തുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ അയ്യോ അത് ഭയങ്കര റിസ്ക് ആണെന്ന് പറഞ്ഞു. ഞാൻ ഒരൊറ്റ സിമ്പിൾ ആയിട്ട് പറഞ്ഞു, there are mutual funds which have given 20%, about 20% return for last 10 years or from inception. അതിനെ നമുക്ക് റിസ്ക് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. The company which has just started and there is no roots of where it has come, how
it is performing, what is their what is their operations or what is their methodology, where the investment is going, അതിനെ കുറിച്ചൊന്നും ഒരു ട്രാൻസ്പെറന്റ് ഇല്ലാത്ത കമ്പനിയിൽ people are ready to invest 50 lakhs 1 crores of rupees, and right now they are in trouble because all the accounts has been freezed. ഇന്ന് ഇന്ത്യയിൽ അങ്ങനെ മ്യൂച്വൽ ഫണ്ട്സിന്റെ ഫ്രീസ് ചെയ്തിട്ടുള്ള ഒരു കേസസ് ഇല്ല. ഈവൻ ഇൻ ദ കേസ് ഓഫ് ഫ്രാങ്ക്ലിൻ, ഐ തിങ്ക് ദേ ഹാവ് പെയ്ഡ് ഓൾ ദ അമൗണ്ട്സ്, മേ ബി പെയ്ഡ് ബാക്ക് ഓൾ ദ അമൗണ്ട്സ്, ഈവൻ ലിക്വിഡിറ്റി ക്രഞ്ച് വന്നാൽ പോലും. അപ്പോൾ ഇതുപോലുള്ള ബയസീസിനെ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ്, ഹൗ വി വിൽ ഗൈഡ് ദ കസ്റ്റമേഴ്സ് ഇൻ ബെറ്റർ വേ. ഈവൻ ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്ന ഒരു ആസ് ലൈക്ക് ഇവിടെ പല മ്യൂച്വൽ ഫണ്ട് അഡ്വൈസേഴ്സ്, മേ ബി ദോസ് പീപ്പിൾ ദേ ആർ ഹാവ് വെരി ഗുഡ് AUM. അപ്പോൾ ഈ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടാവും റീസെന്റ്, മിഡ് ക്യാപ്പിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് ലോസ് ആവുമോ. അപ്പോൾ ക്ലയൻസ് എല്ലാവരും ചോദിക്കുന്ന മേജർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പലപ്പോഴും വരാറുള്ള ക്വസ്റ്റ്യൻ ആണ്. യു നീഡ് ടു ഗൈഡ് ദാറ്റ്. ഇതൊരു ലോങ് ടേമിലല്ല, ഏതൊരു സ്റ്റോക്ക് ആണെങ്കിലും ദർ വിൽ ബി സം കറക്ഷൻസ്. കാരണം ചില സമയത്ത് മാർക്കറ്റിൽ കറക്ഷൻസ് വന്നില്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു ബബിൾ ആയിട്ട് മാറാനുള്ള ചാൻസസ് ഉണ്ട്. ആസ് ലൈക്ക് തുലിപ് ബബിൾ വിച്ച് ഹാസ് ഹാപ്പൻഡ്, ഐ തിങ്ക് ഇറ്റ് ഈസ് ഇൻ 1860s. തുലിപ് ബബിൾ വന്നിട്ടായിരുന്നു. തുലിപ്പ് പൂക്കൾ ഉണ്ടല്ലോ, മേ ബി അന്യൻ മൂവി കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, തുലിപ് പൂസ്. ആ തുലിപ്പ് ഫ്ലവേഴ്സിന് ഹൈ ഡിമാൻഡ് ആയിട്ട് അത് എന്ന് കഴിഞ്ഞാൽ ഇറ്റ് വെയിറ്റ്സ് ഒരു പൗണ്ടിന് ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് റുപ്പീസിലേക്ക് വന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ബബിൾ ആയി കഴിഞ്ഞാലും നല്ലതാണ് there will be some agencies to correct it. നമുക്ക് പറയാം ആ ഒരു ഏജൻസി അത് ഐഡന്റിഫൈ ചെയ്തിട്ട് ഒരു ബബിൾസ് വന്നിട്ടുണ്ട്. അപ്പൊ പറയാം എല്ലാ സ്റ്റോക്സും എന്താണ് ഓവർ പ്രൈസ്ഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇൻട്രിൻസിക് വാല്യൂവിന്റെ മേലെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദർ ആർ ഓൺലി സം സ്റ്റോക്സ് വിച്ച് ഈസ് ട്രേഡിംഗ് മച്ച് മോർ ദാൻ ദ ഇൻട്രിൻസിക് വാല്യൂ. അതൊരു കറക്ഷൻ വരുന്നത് നല്ലതാണ്. കാരണം അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന റിട്ടേൺ കുറച്ചും കൂടെ കൺസിസ്റ്റന്റ് ആയിട്ട് ഭാവിയിൽ കിട്ടും, അല്ലെങ്കിൽ വലിയൊരു ക്രാഷ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ വി നീഡ് ടു ഗൈഡ് ദ കസ്റ്റമേഴ്സ് അക്കോർഡിംഗ്ലി. ഇതൊക്കെയാണ് നമ്മുടെ ബയസീസിനെ കുറിച്ചിട്ട് പറയാണ്. ഇതൊരു ബേസിക് ആയിട്ടുള്ള ബിഹേവിയർ ഫിനാൻസിന്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ എനിക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ദ റീസൺ. നമുക്ക് ആകെയുള്ള ടൈം വളരെ കുറവായതുകൊണ്ട് 1 hourലൊന്നും, മേ ബി 2.5 hours സെഷൻ ഓൾസോ ഇസ് നോട്ട് ഇനഫ് ടു കവർ ദിസ് സെഷൻ. ഇതൊരു ഓവറോൾ ഐഡിയ അബൌട്ട് ഒരു എങ്ങനെയാണ് ഒരു കുറച്ച് സെയിൽസ് ടെക്നിക്സ് മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. ഇറ്റ്സ് എ ടൈം ഫോർ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ. Anybody have any questions, please raise, or you can put it in chat box. Any questions? Jagdish ji? പ്രത്യേകിച്ച് അങ്ങനെയില്ല. ബിക്കോസ് ഞാൻ QPFP സെക്ഷൻ ചെയ്ത കോഴ്സ് ചെയ്തപ്പോൾ അതിൽ കുറെ ഇതേപോലത്തെ ബയസുകൾ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. Okay. സോ അതൊക്കെ ഭയങ്കര യൂസ് ആയിട്ടുണ്ട് എനിക്ക് ഇതേപോലെ കസ്റ്റമറിനെ മീറ്റ് ചെയ്യുമ്പോൾ. സോ ആങ്കറിങ് ബയസ് ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. വാട്ട് ദേ ആർ റീസൻസി ബയസ് ഇതെല്ലാം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. Yes. Any other questions from anybody? Yeah. ഹലോ. ജിജു പറയൂ. ഒന്നുമില്ല. സാധാരണയിൽ അപ്പൊ ഈ സബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണോ എന്ന് എനിക്കറിയില്ല, എന്നാലും ചോദിക്കട്ടെ. ചില ആളുകളുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഒരു ഇമ്മച്ചുവർ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് പലരും ചോദിക്കുന്നത്. ഇങ്ങനെ ഏറ്റവും നല്ല ഫണ്ട് ഏതാണ്, ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഏറ്റവും നല്ല ഫണ്ട് ഏതാ എന്ന് ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. നമ്മൾ ഏറ്റവും നല്ല ഫണ്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ വി പെർസീവ്. നമുക്കൊരു ഇപ്പൊ എന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു ക്ലയന്റ് എന്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളൊരു കുറച്ച് ഫണ്ട് സജസ്റ്റ് ചെയ്യുക ഏറ്റവും നല്ല ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിച്ച ഒരു ക്വസ്റ്റൻ ആണ്, വാട്ട് ഈസ് യുവർ ഗോൾ എന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത്. അല്ല, ഗോളൊന്നുമില്ല, എനിക്ക് ചുമ്മാ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിടണം. ഞാൻ പറഞ്ഞു അത് എത്ര കാലം കൊണ്ട്, അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, എനിക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഒരു ഫണ്ട് ഏതാന്ന് ചോദിക്കുമ്പോൾ അവരുടെ റിക്വയർമെന്റ് എന്താണ് ആ ഫണ്ട് കൊണ്ട് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്. അവിടെയാണ് പറഞ്ഞത്, ഇപ്പൊ ഒരു ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണോ അവർ ഉദ്ദേശിക്കുന്നത്, ലോങ് ടേം ആണോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സ്പെസിഫിക് ഗോൾ അച്ചീവ് ചെയ്യാനാണോ. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ ക്ലയന്റ് നമ്മൾക്ക് ഗോൾ അല്ലെങ്കിൽ ഫണ്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ജനറൽ ഒരു മൈൻഡ് സെറ്റിൽ നമുക്ക് ഈ ഫണ്ട് നല്ലതാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്തോന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ബേസ്ഡ് ഓൺ ദ ഗോൾസ് യു ക്യാൻ സജസ്റ്റ്. അപ്പൊ അതായത് ഒരു കസ്റ്റമർ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിച്ച് അവരൊരു ഫ്രെയിംവർക്കിലോട്ട് കൊണ്ടുവരണം. ഒരു ഫ്രെയിമിലോട്ട് കൊണ്ടുവന്നിട്ട് വേണം. അതെ, അല്ലാതെ ഇപ്പൊ
ഈ പറഞ്ഞ പോലെ ഒരു ഫോർ എക്സാമ്പിൾ കസ്റ്റമർ മൈൻഡിൽ എന്താ ചിന്തിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതാണ് ഈ പറഞ്ഞ ഹ്യൂമൻ സൈക്കോളജിയുടെ ഒരു പ്രശ്നം. അവരെന്താ ചിന്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി എടുത്താൽ മാത്രമേ നമ്മൾ പറയുന്നത് അവർക്ക് മൈൻഡിൽ കയറുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അഡ്വൈസ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ക്ലയന്റ് ആലോചിക്കുന്നത്, എനിക്ക് ഇപ്പൊ ചിലവര് ഫോർ എക്സാമ്പിൾ ഞാൻ ക്രിപ്റ്റോ മാർക്കറ്റിന്റെ ഒരു ഇഷ്യൂ പറയാം. 2020 ഐ തിങ്ക് ഇൻ 2020 ക്രിപ്റ്റോ മാർക്കറ്റ് ഹാസ് ഗോൺ എ ഹൈ ബൂമിലേക്ക് കയറി. ഒരു 30,000 വാല്യൂ ഉണ്ടായിരുന്ന ബിറ്റ് കോയിൻ ഇമ്മീഡിയറ്റ്ലി 54,000 വരെ കയറി. അന്ന് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആൾക്കാർക്ക് ആകെ ഒരു ചിന്ത പറഞ്ഞാൽ കോവിഡ് സമയമാണ്, ഓൾമോസ്റ്റ് ഫ്രീ ആണ്, അന്ന് അവരുടെ സാലറിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്, അത്യാവശ്യം സ്പെൻഡ് ചെയ്യാനുള്ള ഫണ്ടും ഉണ്ട്. ദേ സ്റ്റാർട്ടഡ് ഇൻവെസ്റ്റിംഗ് ഇൻ ഇന്ത്യയിൽ അറൌണ്ട് $1 trillion ആണ് ഇന്ത്യ എന്ന 2020 പീരീഡിൽ ക്രിപ്റ്റോ മാർക്കറ്റിലേക്ക് ഇറങ്ങിയത്. അന്ന് കുറെ പേര് ലാഭം ഉണ്ടാക്കി, പക്ഷെ ഒരു പീരീഡ് കഴിഞ്ഞതും ക്രിപ്റ്റോ ക്രാഷ് ആയി. ഇപ്പൊ വീണ്ടും ബൂം ആയിട്ടുണ്ട്, ക്രിപ്റ്റോ ക്രാഷ് ആയി. അപ്പൊ ക്രാഷ് ആവാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ്, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫണ്ട് ഇഷ്ടം പോലെ ഉണ്ട്, അപ്പൊ ഡിമാൻഡ് കുറഞ്ഞു വന്നു അൾട്ടിമേറ്റ്ലി ക്രാഷിലേക്ക് വന്നു. ക്രിപ്റ്റോ മാർക്കറ്റ് പലപ്പോഴും ക്രാഷ് ആയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഓരോരുത്തർക്കും ഓരോ റീസൺ ആണ്. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ പല MFD മറ്റേ പല AMCയുടെ പ്രസന്റേഷനിൽ കാണാൻ പറ്റും. പോസ്റ്റ് കോവിഡ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് കൂടിയിട്ടുണ്ട്. ദ നമ്പർ ഓഫ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺഡ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ കോവിഡ് പീരീഡ് ഹാസ് ഇൻക്രീസ്. എന്താ പറഞ്ഞാൽ അന്ന് വേറൊരു വർക്കും ഇല്ല, ആൻഡ് പീപ്പിൾ തോട്ട് ദാറ്റ് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഇതിൽ ട്രേഡ് ചെയ്ത് നോക്കിയാൽ ലാഭം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ബട്ട് ദർ ആർ പീപ്പിൾ ഹു ലോസ് ദയർ മണി ഇൻ ദിസ് മിഡ് വേ. കാരണം അവർക്ക് ആ ഒരു പർട്ടിക്കുലർ പീരീഡിൽ മാത്രം, അത് ആ സമയത്ത് മാർക്കറ്റ് ക്രാഷ് ആയപ്പോൾ ഡിസ്ട്രസ് സെല്ലിംഗ് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ് ഹാസ് ഹാപ്പൻഡ്. അപ്പൊ ഇവിടെ നമുക്ക് ക്ലയന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്, അവരുടെ ഗോൾ എന്താണെന്ന് മനസ്സിലാക്കാണ്ട് നമുക്കൊരു ഫണ്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റോക്കോ നമുക്ക് എന്ത് ചെയ്യാം, സജസ്റ്റ് ചെയ്യാനായിട്ട് ഐ വുഡ് സജസ്റ്റ് ഡോണ്ട് ഡു ദാറ്റ്. വെറുതെ ഒരു ക്ലയന്റിന് ഗോളിലാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തു, ചിലപ്പോൾ ഒരു ഹൈ റിസ്ക് ഫണ്ടാണ് നമ്മൾ കൊടുത്തത്, ആ സമയത്ത് ആൾക്ക് ആവശ്യമുള്ള സമയത്ത് മാർക്കറ്റ് ക്രാഷ് വന്നു, അപ്പോൾ ആൾക്ക് ഫണ്ട് ഇല്ലാണ്ടാവും. ദാറ്റ് വിൽ എഫക്ട് യുവർ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്രെഡിബിലിറ്റി അത് ബാധിക്കും. ഇനി നമ്മൾ ഈ ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് ഏതാണെന്ന് ചോദിക്കുമ്പോൾ അതിനകത്ത് രസകരമായിട്ട് ഈ അടുത്ത സമയത്ത് ഒരു ഇൻവെസ്റ്ററുമായിട്ട് സംസാരിച്ചപ്പം അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം പുള്ളിയോട്, ഒരു ഡോക്ടറുടെ അടുത്ത് പോയിട്ട് സാറ് ഏറ്റവും നല്ല മരുന്ന്, എൻ്റെ രോഗം മാറാനുള്ള ഏറ്റവും നല്ല മരുന്ന് ഏതാണ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന്, അതേപോലാണ് ഞാൻ അങ്ങനെ ഒരു സ്ഥിതിയിലാണ് നിങ്ങളുടെ ചോദ്യത്തിന് മുമ്പിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഈ സംഭവം നമ്മുടെ നാട്ടില് ഏകദേശം 10,000 മ്യൂച്വൽ ഫണ്ട് കമ്പനികളിൽ കൂടുതലുണ്ട്, അല്ല മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ കൂടുതലുണ്ട്. ഇതിനകത്ത് എല്ലാ സ്കീമും നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഓരോ ആളുടെയും റിസ്ക് അപ്പറ്റൈറ്റും അയാളുടെ ഫ്യൂച്ചേഴ്സും അയാളുടെ ഫ്യൂച്ചർ റിക്വയർമെന്റും അയാളുടെ ടേം ഓഫ് ലോങ് ടേം ഹോൾഡിംഗ് പീരീഡും ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മളൊരു സ്കീം അവർക്ക് സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ഗോൾ പ്ലാനിങ്ങിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള നിലയിൽ നമ്മൾ റെഗുലേറ്ററി നമുക്കൊരു പ്രോബ്ലം ഇല്ലേ എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അത് നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു തോന്നലും എനിക്കുണ്ട്. എങ്ങനെയാണ് മനസ്സിലായില്ല സാം? ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള നിലയിൽ നമ്മൾ ഗോൾ പ്ലാനിങ് ചെയ്യാൻ നമ്മൾ ഓതറൈസ്ഡ് ആണോ അതോ ഒരു RIA? നമുക്ക് ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ വി കനോട്ട്, നമുക്ക് ഫിനാൻഷ്യൽ പ്ലാൻ കൺസ്ട്രക്ട് ചെയ്തിട്ട് ആസ് എ RIA പ്രകാരം നമുക്ക് അതിന് ചെയ്യണമെങ്കിൽ വി നീഡ് ടു ഹാവ് എ ലൈസൻസ്. യു നീഡ് ടു ക്വാളിഫൈ CFP അല്ലെങ്കിൽ CFP ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഫിനാൻഷ്യൽ പ്ലാൻ ഒഫീഷ്യലി കൊടുത്ത് സർവീസ് ചാർജ് മേടിക്കാൻ പറ്റുള്ളൂ. Otherwise, if you are capable enough in ഒരു CFP qualified ആയിട്ടുള്ള, മേ ബി I am qualified with CFP, Gopi sir is qualified with CFP, ഞങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടാക്കി കൊടുക്കണോണ്ട് വിരോധമൊന്നുമില്ല. ബട്ട് വി വിൽ നോട്ട് ചാർജ്. കാരണം നമുക്ക് ഒഫീഷ്യലി അവരുടെ നിന്ന് ക്ലയന്റിന്റെ നിന്ന് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് വേണ്ടി ചാർജ് ചെയ്യാൻ പറ്റില്ല. കാരണം നാളെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ അഫക്ട് യുവർ ലൈസൻസ്. അതെ, അപ്പൊ RIA എന്നുള്ള ഒരു റേഞ്ചിലേക്ക് പോയാലേ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ കൊടുത്ത് ഫീസ് വാങ്ങിക്കാൻ പാടുള്ളൂ. അത്രേ ഉള്ളൂ. അഥവാ അങ്ങനെ ഈവൻ RIA ആയി കഴിഞ്ഞാൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനും പറ്റില്ല. അപ്പോ ഞാൻ ചോദിക്കുന്ന, അപ്പൊ നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള നിലയിൽ CFPs അല്ലാത്ത ആളുകൾ ഒരു ഗോൾ പ്ലാനിങ്ങിനെ കുറിച്ച് സംസാരിക്കാനേ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നല്ല. ഇഫ് യു ഹാവ് കേപ്പബിലിറ്റി യു ക്യാൻ പ്രിപ്പയർ എ പ്ലാൻ ആൻഡ് ഗിവ് ടു ദ ക്ലയന്റ്.
അതുകൊണ്ട് വിരോധമൊന്നുമില്ല. ഒരു ക്ലയന്റിനെ ഇപ്പൊ നമ്മുടെ അടുത്തൊരു ക്ലയന്റ് വന്ന് ചോദിക്കുന്നു, അവർക്കൊരു ഒരു പർട്ടിക്കുലർ ഗോൾസ് അച്ചീവ് ചെയ്യണം, അതിനുള്ളൊരു പ്ലാന് തയ്യാറാക്കി തരണം, എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ യു ക്യാൻ മേക്ക് ഇറ്റ്, നോ ഇഷ്യൂസ്, നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. നമ്മുടെ രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. പക്ഷെ ആസ് എ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ എന്നുള്ള ലെവലിൽ നമ്മൾ അവരിൽ നിന്ന് അത് ഫീസ് വാങ്ങുമ്പോൾ നാളെ എന്തെങ്കിലും ഇഷ്യൂ ആയി കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വാലിഡ് ആവില്ല. ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ നമ്മളൊരു ഒരു മിനിറ്റ് നാടി ചെയ്തോട്ടെ. യെസ് സർ. ഞാൻ ധാരാളം പ്ലാൻ എഴുതി കൊടുക്കാറുണ്ട്. ആ പ്ലാൻ എഴുതി കൊടുക്കുമ്പോൾ തന്നെ അതിനകത്ത് ഞാൻ ആഡ് ചെയ്യുന്നൊരു വേഡിങ് ഉണ്ട്. ദിസ് പ്ലാൻ ഈസ് ഇൻസിഡന്റൽ ടു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ബേസ്ഡ് ഓൺ ദ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ആ പ്ലാനിനകത്ത് തന്നെ ഇൻസിഡന്റൽ ഡിസ്ട്രിബ്യൂഷന്റെ ഭാഗമായിട്ടുള്ള അഡ്വൈസ് ആണ്. ആൻഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആർ allowed to give incidental advice. And I don't collect any fee also. എന്റെ ചോദിക്കും ഫീസ് എത്രയാണ്, ഞാൻ പറയും ഞാൻ ഫീസ് മേടിക്കാറില്ല, ഇതുവരെ ആരുടെയെങ്കിലും കയ്യിൽ മേടിച്ചിട്ടില്ല. ഫീസ് മേടിക്കണമെങ്കിൽ ഇന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ തയ്യാറാക്കുന്ന പ്ലാനിൽ ഇൻസിഡന്റൽ ടു അഡ്വൈസ് എഴുതി വെക്കാറുള്ളത്. അത് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യാം. അതിനകത്ത് റിസ്ക് ഒന്നും ഇല്ല. ശരി. ഒരുപാട് പേർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞ ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ കാൽക്കുലേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ നിഷയാണ് ഏൽപ്പിക്കുന്നത്. എല്ലാം കൂടെ എനിക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഷീ വിൽ ഡു ഇറ്റ് ഫൈൻ. ഐ ചെക്ക് ഇറ്റ് ആൻഡ് ഗിവ് ഇറ്റ്. അത് റൈറ്റിംഗ് ആയിട്ട് എഴുതും, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്, ഓരോ സ്റ്റേജസ് എന്താണ്, അതെല്ലാം എഴുതി കൊടുത്ത് തന്നെ. ബട്ട് ദറ്റ് ഹെഡിങ് വിൽ ബി ദിസ് പ്ലാൻ ഈസ് ഇൻസിഡന്റൽ ടു സെയിൽസ്. അതിൽ നമ്മൾ അതിനകത്തൊരു ലെറ്റർ ഓഫ് എൻഗേജ്മെന്റ് ഉണ്ട്. ആ എൻഗേജ്മെന്റിനകത്ത് അതിൽ കളക്ട് നോ ഫീ എന്നും കൂടെ എഴുതി വെക്കും. അതായത് ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് വേണമെങ്കിൽ ഇതേപോലെ സാറി പറഞ്ഞ പോലെ ഒരു ഹെഡിങ് കൊടുത്തിട്ട് താഴോട്ടൊരു പ്ലാൻ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതെ, നമുക്ക് എഴുതി കൊടുക്കാം. ഇൻസിഡന്റൽ ടു അഡ്വൈസ്, നമ്മൾ ഇൻസിഡന്റൽ ടു സെയിൽസ് എഴുതി കൊടുക്കാം. അത് സെബിയും മാംഫിയും ഒക്കെ സമ്മതിച്ചിട്ടുള്ളതാണ്. ഇൻസിഡന്റൽ അഡ്വൈസ് സമ്മതിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇങ്ങനെ ഒരു ഗോൾ പ്ലാനിങ് ആക്ച്വലി ഉണ്ടോ എന്നുള്ളത് എന്റെ ഒരു സംശയമായിരുന്നു. റിക്വയർമെന്റ് ബേസ് ചെയ്തിട്ടാണ് അവർക്ക് ഫണ്ട് എന്താ ചെയ്യേണ്ടത്. അപ്പൊ എന്റെ വേറൊരു സംശയം ആക്ച്വലി ഇൻസിഡന്റൽ അഡ്വൈസ് അല്ലാത്ത ഗോൾ പ്ലാനിങ് എന്ന് പറയുന്ന വേറൊരു സംഭവം ഉണ്ടോ എന്നുള്ളതാണ്. അഥവാ ആരെങ്കിലും ചോദിച്ചാല് അതല്ലാത്ത ഒരു ഗോൾ പ്ലാനിങ് വേറെ ഉണ്ടോ എന്ന്. അല്ല, ഈ ഇൻസിഡന്റൽ അഡ്വൈസ് അല്ലാത്ത ഒരു ഫീ ബേസ്ഡ് പ്രൊഫഷനാണ് ഫിനാൻഷ്യൽ പ്ലാൻ ഓർ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമ്മൾ ഫീസാണ്. അതിന് നമ്മൾ ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മളൊരു പ്ലാൻ തയ്യാറാക്കുമ്പോൾ അതിന്റെ തുടക്കത്തിൽ തന്നെ നമ്മളൊരു ലെറ്റർ ഓഫ് എൻഗേജ്മെന്റ് ഉണ്ട്. ആ എൻഗേജ്മെന്റിനകത്ത് നമ്മൾ എന്താ ഫീസ് ഇത്രയാണ്, ഒരു കൊല്ലം ഇത്രയാണ്. അതിന് സെബി തന്നിട്ടുള്ള ലിമിറ്റ്സ് ഉണ്ട്. അതിൽ 2.75% ഓഫ് ദി AUM അല്ല, നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ഫണ്ട്സ്. അതെ, അല്ലെങ്കിൽ 1.25 lakh, അത് ആനുവൽ മാക്സിമം ഇതാണ്. അങ്ങനെ ഒരു ലിമിറ്റ് ഉണ്ട്. അതിനകത്തെ മേടിക്കാൻ പാടുള്ളൂ. സോ വെൻ വി ആർ കണ്ടിന്യൂയിങ് ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ, ഇവിടെ ഈ പ്ലാനിന് ഫീസ് കൊടുക്കാനുള്ള മെന്റാലിറ്റി ഒന്നും അതിലേക്ക് ആളുകൾ വന്നിട്ടില്ല. സോ ദിസ് ഈസ് ദ ഓപ്ഷൻ ഐ ആം ചൂസിങ്. ഈ ഫീസ് എന്ന് പറയുന്നതാണ് അപ്പോ ഈ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് ഇത് രണ്ടും തമ്മിൽ. ഫീസ് മേടിക്കാൻ പാടില്ല. ഓക്കെ സാർ, താങ്ക് യു. സാമാണോ ചോദിച്ചേ? അതെ. എനിക്കറിയാം. താങ്ക്സ് സാം. ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് പാർട്ട് ഔട്ട് ഓഫ് ടൈംസിൽ പോവാം. അതിന് മുമ്പ് നെക്സ്റ്റ് സെഷൻ എന്താന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ ജയദീഷ്, ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ട്. നമ്മള് വി ആർ ഗിവിംഗ് എ കംപ്ലീറ്റ് കോഴ്സ് ഓൺ ബിഹേവിയറൽ ഫിനാൻസ്. ഓക്കെ, ദിസ് ഈസ് എ പെയ്ഡ് വൺ അല്ലേ? ഇറ്റ് ഈസ് എ പെയ്ഡ് വൺ. 10 hours സെഷൻ ഉണ്ടാവും അപ്രോക്സിമേറ്റ്ലി. ഓക്കെ, അത് വെച്ച് കഴിഞ്ഞാല് ഇത് ലെവൽ 1 ആണ്. ലെവൽ 1 എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഫിനാൻസിന്റെ ബേസിക്സ് വരും.
ദെൻ ബിഹേവിയൽ ഫിനാൻസിന്റെ ബയസീസ്, ഈ പറഞ്ഞ ഇപ്പൊ നമ്മളിപ്പോ ആകെ 7 ബയസീസിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളൂ. ഇറ്റ് വിൽ ഇതിൽ അറൌണ്ട് 40+ ബയസീസ് ഇപ്പൊ ഓൾ ഓവർ വേൾഡിൽ ഇപ്പൊ പുതിയതായിട്ട് വന്നതല്ലാണ്ട് അതും അതിൻ്റെതായിട്ടുള്ള റിയൽ ലൈഫ് എക്സാമ്പിൾസും, എങ്ങനെയാണ് ഫിനാൻഷ്യൽ പ്രോഡക്ട്സ് സെയിൽസിന് ഈ ബയസീസിനെ എങ്ങനെ ഓവർകം ചെയ്യാം, എങ്ങനെ ഒബ്ജക്ഷൻസ് ഹാൻഡിൽ ചെയ്യാം വിത്ത് എക്സാമ്പിൾസ് ഉള്ള ഒരു പെയ്ഡ് ഇത് നമ്മൾ കൊടുക്കുന്നുണ്ട്. ദാറ്റ് വിൽ ബി ഓൺ ആഫ്റ്റർ April 20th ശേഷം ഒരു 10 hours 2 hours വെച്ചിട്ടുള്ള 5 സെഷൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. എനിബഡി ഇൻട്രസ്റ്റഡ്, മേ ബി ഐ വിൽ സർക്കുലേറ്റ് ടു യു വിത്ത് ദ ലിങ്ക് ഓഫ് രജിസ്ട്രേഷൻ ഓൾസോ. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജസ്റ്റ് പിങ് അസ്, അതിൽ കോൺടാക്ട് നമ്പർ എല്ലാം ഉണ്ട്. ഓക്കെ, ദിസ് എ ജോയിന്റ് ഇനീഷ്യേറ്റീവ് ഓഫ് CRG ആൻഡ് സാദിയ ഗ്രൂപ്പ്. ഇതൊരു സ്പെഷ്യൽ സെഷൻ ആണ് നമുക്ക് കൊടുക്കുന്നത്. ഓക്കെ, those who are interested may subscribe to this special session കേട്ടോ. ഈ കോഴ്സിന് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം ഇൻട്രസ്റ്റഡ് ഉള്ളവർ. താങ്ക് യു. ഞാൻ വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി ഐഫയുടെ ജനറൽ സെക്രട്ടറി ജോർജ് ജേക്കബിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ജോർജ്, ഓവർ ടു യു ഫോർ വോട്ട് ഓഫ് താങ്ക്സ്. താങ്ക് യു ജഗദീഷ്. അപ്പം ഗുഡ് ഈവനിങ് ഓൾ. അപ്പം ഇന്ന് നമ്മളുടെ ബിഹേവിയറൽ ഫിനാൻസിനെ കുറിച്ചുള്ള ഒരു സെഷനാണ് നമ്മൾ ശ്രമിച്ചത്. അപ്പൊ ഇതില് ബയസസ് എന്തൊക്കെയാണ്, അതിനെ എങ്ങനെയാണ് ആൾക്കാർ അഫക്റ്റ് ആവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രശാന്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വിത്ത് എക്സാമ്പിൾ നമുക്ക് പറഞ്ഞു തന്നു. അതുപോലെ തന്നെ നമ്മുടെ ഗോപിനാഥ് സാറ് എന്താണ് നമുക്കൊരു ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടാക്കാൻ പറ്റുമോ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള നിലയിൽ, അതിനെ എങ്ങനെയാണ് നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്നൊരു എലമെന്റും കൂടെ പറഞ്ഞു തന്നു. വളരെ യൂസ്ഫുൾ ആയ ഒരു സെഷൻ ആയിരുന്നു. ഇറ്റ് ഈസ് എ വെരി ഇൻഫോർമേറ്റീവ്. എനിക്ക് ഉറപ്പാണ് ഇന്ന് ഈ സെഷൻ ശ്രദ്ധിച്ചിരിക്കുന്ന എല്ലാവർക്കും തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളും പറഞ്ഞതായ ചലഞ്ചസും അവരുടെ ഈ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഫേസിൽ എപ്പോഴെങ്കിലും ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. സോ ദാറ്റ് വേ ഐ എം ഷുവർ ഈ സെഷൻ വളരെ വാല്യൂ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ സെഷൻ നടത്തിയ പ്രശാന്തിനോട് ഉള്ള ഐഫയുടെ പേരിൽ ഉള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു.